ലൈനായിട്ട് ഇരിക്കേണ്ടുന്നതാണ്. സ്ത്രീകളും പുരുഷന്മാരും സ്വല്പം കൂടെ മുമ്പോട്ട് നീങ്ങും. ചെയർ ഉപയോഗിക്കേണ്ടത് രോഗികളായിട്ടുള്ളവരും പ്രായമായിട്ടുള്ള സീനിയേഴ്സിന് വേണ്ടിയാണ് ബാക്ക് സൈഡിൽ ചെയർ ഇട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും മുമ്പോട്ട് നീങ്ങി ഭംഗിയായിട്ട് ലൈനായിട്ട് ഇരിക്കണം. കോവിഡ് കാലത്ത് എല്ലാവരും ചെയറിലിരുന്ന് ശീലമായി പോയി, അത് മാറ്റിയെടുക്കണം. എല്ലാവരും മുമ്പോട്ട് നീങ്ങും. പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കാം. ഈ നല്ല സന്ധ്യയോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുവാനും ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും ഈ സമയത്തെ നമുക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ ശുശ്രൂഷകൾക്കായിട്ട് നേതൃത്വം നൽകുന്ന ഏറ്റവും ആദരണീയനായ വന്യ പുരോഹിത ശ്രേഷ്ഠനെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഞങ്ങൾ ഓരോരുത്തരിലും വസിച്ച് ഈ സന്ധ്യ ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. നിന്റെ തിരുമുമ്പിൽ വിശ്വാസത്തോടെ വന്ന് കൈകൂപ്പി കുമ്പിട്ട് നിൽക്കുന്ന ഞങ്ങളിൽ കനിവ് തോന്നണമേ. ദൈവമേ, ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സന്ധ്യാവേളയിൽ കർത്താവേ, നിൻ തിരുമുമ്പിൽ വന്നിടുന്നു എന്ന ഗാനം പാടി ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സന്ധ്യായി വേളയിൽ കർത്താവേ, നിൻ തിരുമുൻപിൽ വന്നിടുന്നു ഞാൻ. കൈകൾ കൂപ്പി കുമ്പിട്ടു വണങ്ങിടുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. സന്ധ്യായി വേളയിൽ കർത്താവേ, നിൻ തിരുമുൻപിൽ വന്നിടുന്നു ഞാൻ. കൈകൾ കൂപ്പി കുമ്പിട്ടു വണങ്ങിടുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നന്ദി പറയുന്നു, സ്തോത്രങ്ങൾ പാടുന്നു, കർത്താവേ യേശുപരാ. 10,000മായി സ്തുതിച്ചെന്നാകിലും മതിയാവില്ലെനിക്കു നാഥാ. 10,000മായി സ്തുതിച്ചെന്നാകിലും മതിയാവില്ലെനിക്കു നാഥാ. താങ്ങിടണം, തുണ ചെയ്തിടണം, തമ്പുരാനെ തൃപ്പാതെ വരും നീതാ.
പകലന്തിയോളം വേല ചെയ്യുന്ന ഈ ഞങ്ങൾക്ക് ആശ്വാസമേകണമേ. താങ്ങിയിടണം, തുണ ചെയ്തിടണം, തമ്പുരാനെ തൃപ്പാതെ വരും നിതാ. പകലന്തിയോളം വേല ചെയ്യുന്ന ഈ ഞങ്ങൾക്ക് ആശ്വാസമേകണമേ. നന്ദി പറയുന്നു, സ്തോത്രങ്ങൾ പാടുന്നു, കർത്താവേ യേശുപരാ. 10,000 സ്തുതിച്ചെന്നാകിലും മതിയാവില്ലെനിക്കു നാഥാ. 10,000 സ്തുതിച്ചെന്നാകിലും മതിയാവില്ലെനിക്കു നാഥാ. കല്ലും മുള്ളുകളുമെല്ലാം ചവിട്ടുന്ന പാതകളിൽ ഗമിക്കുമ്പോൾ യേശുനാഥ തൃക്കൈകൾ പിടിച്ചു നടക്കുവാൻ ശക്തിയതേകണമേ. കല്ലും മുള്ളുകളുമെല്ലാം ചവിട്ടുന്ന പാതകളിൽ ഗമിക്കുമ്പോൾ യേശുനാഥ തൃക്കൈകൾ പിടിച്ചു നടക്കുവാൻ ശക്തിയതേകണമേ. നന്ദി പറയുന്നു, സ്തോത്രങ്ങൾ പാടുന്നു, കർത്താവേ യേശുപരാ. 10,000 സ്തുതിച്ചെന്നാകിലും മതിയാവില്ലെനിക്കു നാഥാ. 10,000 സ്തുതിച്ചെന്നാകിലും മതിയാവില്ലെനിക്കു നാഥാ. സന്ധ്യായി വേളയിൽ കർത്താവേ നിൻ തിരുമുൻപിൽ വന്നിടുന്നു ഞാൻ. കൈകൾ കൂപ്പി കുമ്പിട്ടു വണങ്ങിയിടുന്നു, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സന്ധ്യായി വേളയിൽ കർത്താവേ നിൻ തിരുമുൻപിൽ വന്നിടുന്നു ഞാൻ. കൈകൾ കൂപ്പി കുമ്പിട്ടു വണങ്ങിയിടുന്നു, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവമേ, സർവലോകത്തിൻ്റെയും നാഥനായ മിശിഹായേ, ഹല്ലേലൂയ. സ്തോത്രങ്ങളാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, കോടാനുകോടി ദൂത സൈന്യങ്ങളോട് ചേർന്ന് അവിടുന്ന് വേഗം വരുമ്പോൾ ഞങ്ങളെയും ചേർത്ത് കൊള്ളണമേ എന്ന പ്രാർത്ഥനയോടെ തിരുസന്നിധിയിൽ അടിയങ്ങൾ അണയുന്നു. ഈ സന്ധ്യയിൽ നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളെല്ലാവരിലേക്കും ഇറങ്ങി വരണമേ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പാരങ്ങും വിളങ്ങും മഹേശൻ എന്ന ഗാനം ഗായക സംഘത്തോട് ചേർന്ന് ആലപിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം.
പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ ഹല്ലേലൂയ 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 അത്ഭുതമന്ത്രിയാം ദൈവം നിത്യസാധനം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാതിരാജനാം മശിഹാ അവനത്ഭുതമന്ത്രിയാം ദൈവം നിത്യസാധനം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാതിരാജനാം മശിഹാ ഹല്ലേലൂയ 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 പ്രിയസുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ ഓടക്കോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരും നിതാ വിരവിൽ തൻ പ്രിയസുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരും യേശു മശിഹാ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കൂട്ടത്തിലേക്ക് വിശിഷ്ടാതിഥിയായി ആഗതനായിരിക്കുന്ന ആദരണീയനായ അലക്സാണ്ടർ ജെയിംസ് കുര്യൻ അച്ഛൻ, ഇടവകയുടെ സഹവികാരി ബഹുമാനപ്പെട്ട ജിജോ തോമസ് പുതുപ്പള്ളി അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി മിസ്റ്റർ മാത്യു ഐസക്, സെക്രട്ടറി മിസ്റ്റർ ബിനു മാത്യു, പ്രിയമുള്ള മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് ഭാരവാഹികൾ, മറ്റ് കൂടി വന്നിരിക്കുന്ന കർത്താവിൽ പ്രിയ വിശ്വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആത്മസന്തോഷത്തിൻ്റെയും ആത്മനിറവിൻ്റെയും കൂട്ടായ്മ പങ്കുവയ്ക്കുന്ന അവസരം ആണ്. കോവിഡ് കാലഘട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് നാം എല്ലാവരും കോവിഡിൻ്റേതായ പ്രോട്ടോകോൾ റിലാക്സേഷൻ്റെ ആദ്യത്തെ കൂടിവരവായിട്ടാണ് ഈ ദേവാലയത്തിൽ ഈ സമ്മേളനത്തെ ഞാൻ കാണുന്നത്. നമുക്ക് ഇപ്രകാരം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാനും സന്തോഷവും സ്നേഹവും പങ്കുവച്ച് ഉയരത്തിലെ ദൈവത്തിന് സ്തോത്രം പാടുവാനും തക്കവണ്ണം അവസരം ലഭിച്ചിരിക്കുന്നു. വരുവീൻ, നമുക്ക് സന്തോഷിക്കാം, നമ്മുടെ ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. ആ ദൈവം എന്നേക്കുമുള്ള ദൈവമാകുന്നു. ആ ദൈവമേ ഞങ്ങളെ ശുഭത നൽകി അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് 118-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ ഞങ്ങൾക്ക് ശുഭത നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജെ കുര്യൻ അച്ഛനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിച്ച് അതിൽ കൂടെ നിങ്ങളൊക്കെയും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി കാണും. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ മരുഭൂമിയിലെ പരുമലയാകുന്ന നമ്മുടെ ഈ പുണ്യ ദേവാലയത്തിൽ ആഗതനായിരിക്കുമ്പോൾ ഈ കൂട്ടുകുടുംബത്തിൻ്റെ പ്രധാന ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹം, സന്തോഷം പ്രകടിപ്പിക്കുക, നിങ്ങൾക്ക് അച്ഛനെ പരിചയപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ സഭയിൽ അമേരിക്കൻ ഭദ്രാസനത്തിലെ ഒരു ശ്രേഷ്ഠ വൈദികനാണ്. ആ വൈദിക വൃത്തി അദ്ദേഹം നിർവഹിക്കുമ്പോൾ തന്നെ അമേരിക്കയിലെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന സിവിൽ സർവൻ്റ് കൂടെയാണ് അദ്ദേഹം. അമേരിക്കയിൽ സിവിൽ സർവീസൊക്കെ നമ്മുടെ ഒരു മലയാളി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കരഗതമാക്കി ഉന്നത ശ്രേണിയിലായിരിക്കുന്നു എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനിക്കത്തക്ക കാര്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതയാത്ര നമ്മൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചു. ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ ഇത്രമാത്രം ഉപയോഗിച്ചു, അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ ഇത്രമാത്രം അദ്ദേഹത്തെ വഴി നടത്തി. പൊട്ടക്കിണറ്റിൽ വീണുപോയ യൗസേഫിനെ ദൈവം മിസ്രയീമിൽ മന്ത്രിയാക്കി എന്ന് പറഞ്ഞതുപോലെ ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര. അതല്ലെങ്കിൽ വിക്കനായ മോശയെ ദൈവം വലിയ കാര്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളതുപോലെ, അല്ലെങ്കിൽ ഇടയ ചെറുക്കനായ ദാവീദിനെ ദൈവം തൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി ആ വലിയ ജനതയെ നയിപ്പാൻ തക്കവണ്ണം ഇസ്രയേലിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിൻ്റെ അധിപനാക്കി തീർത്തതുപോലെ ദൈവം തമ്പുരാൻ സാധാരണക്കാരിൽ സാധാരണക്കായ ഒരാളെ, പള്ളിപ്പാട് സ്വദേശിയായ ഒരു കൗമാരക്കാരനെ അമേരിക്കയിൽ ബോസ്റ്റണിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഗ്രീസിൽ അതുപോലെ തെസലോനിക്ക തുടങ്ങിയ ദേശങ്ങളിൽ പോയി ആ മൊണാസ്റ്റിസിസത്തിൻ്റെ ആ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായി, അല്ലെ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി, ദൈവത്തിൻ്റെ ദാസനായി രൂപാന്തരപ്പെട്ട് ദൈവത്തെയും മനുഷ്യനെയും മുഴുവനായിട്ട് സേവിക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും ദൗത്യവും ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചു.
അത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാക്ഷ്യമാണ്. ജീവിതം എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. ജീവനും ജീവിതവും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ വിനിയോഗിക്കണം. ജീവിതം നശിക്കപ്പെടുവാനുള്ളതല്ല, അല്ലെങ്കിൽ ജീവിതം സ്വയം ഇല്ലായ്മപ്പെടുത്തുവാനുള്ളതല്ല. പിന്നെയോ ദൈവത്തിൻ്റെ ദാനമായ ജീവനെ അത് ദൈവം തമ്പുരാന് സമർപ്പിച്ച് അത് ഫലപ്രദമാക്കി വിനിയോഗിക്കണം എന്നുള്ള ആ ഒരു ദൂതും സന്ദേശവുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്നലെ ദുബായിൽ നിന്ന് 2 ദിവസം മുമ്പ് പങ്കുവച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട അച്ഛൻ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നമ്മോട് പറയുമ്പോൾ നമുക്കൊരു പ്രചോദനമാകും. കൂടാതെ നമുക്ക് അറിവിൻ്റേതാകുന്ന ഒരു വിശാലമായ വാതിലുകൾ തുറക്കപ്പെടും. നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും, നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടാകും, നമുക്ക് ദൈവത്തോടുള്ള വിധേയത്വവും സമർപ്പണവും കൂടുതലായിട്ട് വർദ്ധിക്കും എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ സന്ധ്യ ഒരുക്കിയിരിക്കുന്നത്. ദൈവാത്മാവ് എല്ലാവരിലും പ്രവർത്തിക്കട്ടെ. അതത് കാലങ്ങളിൽ ദൈവമേ അനുയോജ്യരായ ശ്രേഷ്ഠരായ ആത്മീയ നേതാക്കന്മാരെ, ഉപദേഷ്ടാക്കളെ ഞങ്ങളുടെ കൂട്ടത്തിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥന പലപ്പോഴും അർത്ഥവത്തായിട്ട് തീരുന്നുണ്ട്. അപ്രകാരം ബഹുമാനപ്പെട്ട അച്ഛനിൽ നമ്മുടെ പൂർവികരുടെയും നമ്മുടെയും പ്രാർത്ഥന അന്വർത്ഥമായി തീർന്നു. നമ്മുടെ ദേശത്തിനും നമ്മുടെ ഭാരതദേശത്തിന് മുഴുവനായിട്ടും നമ്മുടെ കേരളീയർക്കും പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴ ജില്ലക്കാർക്കും പള്ളിപ്പാടുകാർക്കും കാർത്തികപ്പള്ളിക്കാർക്കും എല്ലാം അഭിമാനിക്കത്തക്ക വിധത്തിൽ, നമ്മുടെ സഭയ്ക്കും അഭിമാനിക്കത്തക്ക വിധത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ US പ്രസിഡന്റുമാരായ 5 പ്രസിഡന്റന്മാരോടുകൂടെ വളരെ സ്തുത്യർഹമായ സേവനം നിർവഹിച്ചു. പ്രത്യേകിച്ച് ബൈലാറ്ററൽ റിലേഷൻസ്, അതുപോലെ അവരുടെ ഫിനാൻസ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഹാൻഡിൽ ചെയ്യുന്നത്. ആ വിധത്തിൽ സ്തുത്യർഹമായ നിലയിൽ ശോഭിക്കുന്ന വ്യക്തിത്വമാണ് അച്ഛൻ്റേത്. എന്നാൽ അതോടൊപ്പം എളിമയും വിനയവും എല്ലാം കൈമുതലായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛനെ നമ്മുടെ കൂട്ടത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റേതാകുന്ന എല്ലാ ഉപദേശങ്ങളും നമ്മുടെ യങ് ജനറേഷന് പ്രചോദനമാകട്ടെ. നിങ്ങൾക്കൊക്കെയും അച്ഛനിൽ കൂടെ ഒരു മോഡലായിട്ട് അച്ഛനെ കണ്ട് അച്ഛനിൽ കൂടെ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ വളർത്തിയെടുക്കുവാനും, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അച്ഛൻ്റെ മുഖം മനസ്സിലോർത്തിട്ട് ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ തക്കമുള്ള ഇൻസ്പിറേഷൻ ദൈവാത്മാവിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ആമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ, അലക്സാണ്ടർ കുര്യൻ അച്ഛനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ അവതരിപ്പിക്കും. ഔദ്യോഗികമായിട്ടുള്ള വെൽക്കം ആ സമയത്ത് നടത്തപ്പെടുന്നതും ആയിരിക്കും. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഒറ്റ വാക്കിൽ ഹാർദവമായിട്ട് ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി മംഗളമായി തീരുവാൻ ഉയരത്തിൽ ദൈവം പ്രസാദിച്ച് കൃപ നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ആമുഖം അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫിലിപ്പം സാമുവൽ കോറബിസ്കോപ്പ അച്ഛൻ, നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും ആദരണീയനായ അലക്സാണ്ടർ ജെയിംസ് കുര്യൻ അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അച്ഛൻ ആരാണ്, എന്താണ്, എവിടുന്നാണ് എന്നുള്ളത് നാം അറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ ആഴത്തിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നിന്ന് ആവുന്നത്രയും കാര്യങ്ങളൊക്കെയും മാറ്റിയിട്ടും ഒഴിവാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. സമയക്കുറവ് കൊണ്ട് ആ കാര്യങ്ങൾ വളരെ ചുരുക്കി പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. Reverend Father Alexander James Kurien, the priest of the Malankara Orthodox Syrian Church, Senior Executive Director, Deputy Associate Administrator of United States Government, Washington, D.C. Alexander Kurien Achan came to the U.S. right after completing +2 in Pallipad, Kerala. He is the youngest son of 6 children
born to late Koshi Kurien and Pernama Kurien of Kadakil House, Pallipad. Achan was ordained to the holy priesthood in 1987. He has served as a vicar of St. Thomas Orthodox Church in Baltimore and St. Gregorios Orthodox Church of Greater Washington, D.C. Alexander Achan leads a well-balanced spiritual and secular life. In addition to his priestly responsibilities, Achan began his journey in the secular world as a senior management consultant in the private sector for 14 years before joining the U.S. Department of State as the managing director of the Office of Strategic Planning. The first person of Indian origin to ever sit in that chair from 1978 to 2014. In this position, he managed 18 major State Department international programs and have traveled through 147 countries conducting bilateral negotiations and built 138 brand new U.S. embassies and consulates. Achan spent 15 months in Iraq and 18 months in Afghanistan during the war to establish the diplomatic platforms across Iraq and Afghanistan. In September 2014, Achan was appointed by President Barack Obama as the Deputy Associate Administrator for the Office of Government-Wide Policy under the Executive Office of the President. He holds the highest rank of the U.S. Civil Service. He is responsible for developing and implementing effective government-wide policies and guidance to provide a structured framework for U.S. government to achieve economical and effective management process for day-to-day government administration and management. His sphere of influence across 9 policies consists of $4 trillion in financial statement and President's budget. During his federal government tenure, Father Alexander has served under 5 successive U.S. presidents. He now proudly serves under President Biden, where he continues to manage 9 policies, including expeditiously to implement the 2 newly signed executive orders by the President on racial equity and Supreme Court reform. Achan was also appointed as the Executive Director of the Federal Real Property Council by President Trump. Recently, Achan served as the Executive Director of the Presidential Commission on the Supreme Court of the United States. Alexander Kurien Achan have traveled with President Clinton to his historic visits to India and Vietnam in 2000. Also, Achan has traveled with President Bush on his historic visit to Hyderabad, India in 2006. Achan was instrumental in opening the new consulates in Mumbai and Hyderabad. In addition to proudly serving the American people as a civil servant, in order to quench his passion for helping the poor, feeding the hungry, and building homes for the homeless without interfering with his federal job, he has been giving back to the communities through various international charitable activities without ethical conflicts and financial gain. Select completed charitable projects include 2004 tsunami in India, 2015 Chennai floods, 2015 Nepal earthquake, 2018 Kerala floods, Hurricane Katrina and Sandy, Mexico earthquake, free medical camp and clean water project in India. He built 18 homes throughout India, rescued 65 employees in Indian and Bangladesh origin in captivity from Iraq,
and organized adoption of 110 street dogs from Iraq. He is married to Ajita and they have been blessed with 3 children, Alicia, Natasha and Elijah. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ. ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു വലിയ ഭാഗ്യമായിട്ട് ബഹുമാനപ്പെട്ട വല്യച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. കാരണം പ്രവാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ജീവിതം മുന്നോട്ട് പോകുകയില്ല എന്ന് തറപ്പിച്ച നിമിഷങ്ങളിലൊക്കെ ദൈവം വന്ന് കൈപിടിച്ച് നടത്തിയ അനുഭവമാണ് അച്ഛന് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും അച്ഛൻ അതൊക്കെയും നമ്മളോട് പങ്കുവയ്ക്കും എന്ന് വിചാരിക്കുന്നു. വല്യച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ മുഖമോർത്താൽ മതി ഏത് പ്രയാസത്തെയും അതിജീവിക്കുവാൻ. വളരെ ആദരവോടെ ഷാർജ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക ഞങ്ങളുടെ ആദരവും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുവാനായിട്ട് ഇടവകയുടെ വികാരി ഏറ്റവും ആദരണീയനായ ഫിലിപ്പം സാമുവേൽ കോറപ്പിസ്കോപ്പ അച്ഛൻ പൊന്നാട അണിയിച്ച അച്ഛനെ ആദരവ് അറിയിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടും കൂടെ നമ്മുടെ ഷാർജ കൂട്ടുകുടുംബം ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജെയിംസ് കുര്യൻ അച്ഛനെ ഈ അവസരത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ബഹുമാനാദര സൂചകമായിട്ട് ഈ ഷോൾ അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഞാൻ അണിയിച്ച് നമ്മുടെ ആദരവ് രേഖപ്പെടുത്തുന്നു. ഇടവകയ്ക്ക് വേണ്ടിയും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഏറ്റവും ആദരവോടെ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും പേരിൽ എല്ലാവർക്കും വേണ്ടി ഇടവകയുടെ ആദരണീയരായ ട്രസ്റ്റിയും സെക്രട്ടറിയും ചേർന്ന് പൂച്ചെണ്ട് നൽകി അച്ഛനെ ഷാർജ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വിലയേറിയ വാക്കുകൾക്കായിട്ട് ഏറ്റവും ആദരവോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയേയില്ല. കാരണം ഇതെൻ്റെ അറിവോടുകൂടിയല്ല അച്ഛൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് സംസാരിക്കാനുള്ള സമയമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വേസ്റ്റാക്കിയത്. ഞാൻ ആരുമല്ല. ഞാൻ ഇന്ന് രാവിലെ അബുദാബിയിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് പള്ളിപ്പാട്ട് ഒരു ചെറിയ കുടുംബത്തിൽ
ഫസിൽ എന്നോട് ചോദിച്ചു അത് തന്നെയായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞത് അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ച മനുഷ്യനല്ല. ഒരു കർഷകൻ്റെ കുടുംബത്തിൽ ജനിച്ച് കണ്ണുനീരോട് നമുക്ക് എല്ലാവർക്കും ഉള്ള എക്സ്പീരിയൻസാണ്. കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ 6ാമത്തെ പുത്രനായിട്ടും ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാട് സഹിച്ച് 14ാമത്തെ വയസ്സിൽ അപ്പനും അമ്മയും മരിച്ചുപോയി. ഒരു പെങ്ങളെ പൊന്നുപോലെ വളർത്തിയ ഒരപ്പൻ്റെ മകനായിട്ട് തന്നെ അറിയപ്പെടുന്നതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആദരവ്. അതിനപ്പുറം ഞാൻ എങ്ങും പോയൊന്നും പറയാറില്ല. പിന്നെ വല്യച്ഛൻ എവിടുന്നൊക്കെ ഇതൊക്കെ തപ്പിയെടുത്തു. ജിജോ അച്ഛൻ ഐ ഡോണ്ട് നോ വേർ ഹി ഫൗണ്ട് ഇറ്റ്. ഇതെല്ലാം ഇത്രയും പറഞ്ഞു. എന്നെ തന്നെ നാണം വന്നു അവിടെ ഇരുന്നിട്ട് കേട്ടപ്പോൾ. പക്ഷേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇത്രയും വർഷം എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ നടത്തി. ആ സാക്ഷിയാണ് ഇന്ന് ഈവനിങ്ങിൽ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. ഈ ഇരിക്കുന്ന വല്യച്ഛനും ഈ കൊച്ചച്ഛനും ഒക്കെയാണ് തിയോളജിയൻസ്. അവർ ബിബ്ലിക്കൽ സ്കോളേഴ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുമല്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ വായിക്കുന്ന ആ സെയിം ബൈബിള് തന്നെ. അത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കൂട്ട് തന്നെയാണ് എനിക്കും മനസ്സിലാകുന്നത്. അതിനപ്പുറം ഒന്നും എനിക്കറിയത്തില്ല. എന്നാൽ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കയറ്റം ഇറക്കങ്ങൾ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ച മനുഷ്യനാണ് ഞാൻ. ഇന്ന് രാവിലെ അബുദാബി പള്ളിയിൽ കുഞ്ഞു ചോദിച്ചു, അച്ഛാ എന്തുകൊണ്ട് അച്ഛൻ, എന്തുകൊണ്ട് വേറെ ആരെങ്കിലും ആയില്ല? ഞാൻ പറഞ്ഞു, ദൈവം തമ്പുരാനൊരു ഉദ്ദേശം കൊണ്ട് ജീവിതത്തിൽ ഞാൻ മടിയില്ലാതെ പലപ്പോഴും പലരും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പട്ടിണി ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് മറച്ചു വെക്കും, നമ്മളത് പറയത്തില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മൂലം എൻ്റെ ദൈവം എത്രമാത്രം വലിയവനാണെന്നും എൻ്റെ ദൈവം എത്രമാത്രം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നും എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ വിജയം. അല്ല വേറെ ഒന്നുമില്ല. വൈറ്റ് ഹൗസിൽ ഒരു എംപ്ലോയി ആയിട്ട് ഞാൻ കടന്നുകൂടിയത് അതിന് കാരണം എൻ്റെ ദൈവമാണ്. അതെൻ്റെ ബുദ്ധിയോ എൻ്റെ ടാലൻസോ ഒന്നും അതിനകത്ത് ഇൻവോൾവ്ഡ് അല്ല. ഉടനെ ആ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഉണ്ട്. ഉടനെ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. എനിക്ക് ചൂട് ഈസി ഇംഗ്ലീഷിൽ പറയുന്നതാണ്. എന്നാൽ ഞാൻ അമ്മച്ചിമാരെയൊക്കെ കാണുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യട്ടെ, കുഴപ്പമില്ലല്ലോ. എന്താ പറയുന്നത്? എനിക്കറിയാം ഷാർജയിലെ ദുബായിക്കാട്ടിലും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നത് ഷാർജയിലാണെന്ന് ഞാൻ കേട്ടത്. അല്ലയോ? അടി കൊള്ളുമോ ഞാൻ? അതുകൊണ്ട് അത് മിക്സ്. ഒരു 2 വരി ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എന്താ? ഓക്കെ. ഇന്ന് ജിജോ അച്ഛൻ പറഞ്ഞ കൂട്ട്, ജിജോ അച്ഛൻ ഭയങ്കര കഴിവ്. ഇതൊക്കെ എനിക്ക് അസൂയ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ജിജോ അച്ഛൻ അത് ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് പ്രാർത്ഥന അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് ഒത്തിരി അത് മൂവ് ചെയ്തു. പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിച്ച് ഈ അടുത്ത 1 മണിക്കൂറിനകം തീർക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. എന്നോട് ക്ഷമിക്കണം വെച്ചാൽ അങ്ങോട്ടൊക്കെ മാറിയാൽ 1 മണിക്കൂർ എടുത്തില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പാട്ട് പെട്ടെന്ന് പാടി. ഇത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിച്ചേ പറ്റൂ. നീ വന്ന് അനുഗ്രഹിച്ചില്ല എങ്കിൽ ഞങ്ങൾ തന്നെ വിടുകയില്ല എന്നുള്ളൊരു വാശി വെച്ച് പാടുന്നൊരു പാട്ടായത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. കാരണം അതുകൊണ്ടാണ് ഈ മംഗ്ലീഷിൽ എഴുതിയത്. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെല്ലാവരും, ഐ വാണ്ട് യു ടു മേക്ക് മീ പ്രൗഡ് ആൻഡ് ലേൺ ദിസ് ഫാസ്റ്റ് ആൻഡ് സിങ് യുവർ ഹാർട്ട് ഔട്ട്. ഈ പേരൻസിനെ കാണിക്കണം നിങ്ങൾ എത്ര കഴിവുള്ള പിള്ളേരാണെന്ന്. കേട്ടോ? കാണിക്കുമോ? ഓക്കെ.
പരിശുദ്ധാത്മാവേ വന്നങ്ങളെ ഫലമുള്ള താരുക്കളായി വളർത്തണമേ. പരിശുദ്ധാത്മാവേ വന്നങ്ങളെ ഫലമുള്ള വളർത്തണമേ. കൂരൊരു പാതയിൽ കൂടെയിരുന്ന് കൂടാര വാസത്തെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വന്നങ്ങളെ ഫലമുള്ള താരുക്കളായി വളർത്തണമേ. എന്താ പറയുന്നു? യു ഓടില്ല ഉണ്ട്. Let's do it one more time. പരിശുദ്ധാത്മാവേ വന്നങ്ങളെ ഫലമുള്ള താരുക്കളായി വളർത്തണമേ. പരിശുദ്ധാത്മാവേ വന്നങ്ങളെ ഫലമുള്ള താരുക്കളായി കൂരൊരു പാതയിൽ കൂടെയിരുന്ന് കൂടാര വാസത്തെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വന്നങ്ങളെ ഫലമുള്ള താരുക്കളായി വളർത്തണമേ. ഉണങ്ങിയ ആസ്തികൾ പുനയുയിർധരിച്ചതാം അത്ഭുത ദർശനം കാട്ടിയോനേ. ഉണങ്ങിയ പുനയുയിർധരിച്ചതാം അത്ഭുത ദർശനം കാട്ടിയോനേ. മന്ദത മയക്കവും മരണാവസ്ഥയും നീക്കി ഞങ്ങളെ എന്നു നീ ഉണർത്തണമേ. മന്ദത മയക്കവും മരണാവസ്ഥയും നീക്കി ഞങ്ങളെ എന്നു നീ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ വന്നങ്ങളെ തേണമേ. അഗ്നിയിൽ അഭിഷേകം ചെയ്യുക ഞങ്ങളെ അത്ഭുത കാര്യങ്ങൾ വിവരിക്കുവാൻ. അഗ്നിയിൽ ചെയ്യുക ഞങ്ങളെ അത്ഭുത കാര്യങ്ങൾ വിവരിക്കുവാൻ. ആയിരങ്ങൾ മാനം തിരിഞ്ഞു നിൻ ക്രൂശിൻ്റെ പാതയിൽ അനുദിനം അനുഗമിപ്പാൻ. ആയിരങ്ങൾ മാനം പാതയിൽ അനുദിനം അനുഗമിപ്പാൻ. പരിശുദ്ധാത്മാവേ വന്നങ്ങളെ ഫലമുള്ള താരുക്കളെ വളർത്തണമേ. കലക്കത്തിൻ ആത്മാവ് നീക്കണമേ. സ്വർഗ പരിജ്ഞാന വരങ്ങളെ നിറയ്ക്കണമേ. കലക്കത്തിൻ ആത്മാവ് നീക്കണമേ. സ്വർഗ പരിജ്ഞാന വരങ്ങളാൽ സ്നേഹം പ്രത്യാശയും വിശ്വാസ സ്ഥിരതയും ആടിയങ്ങൾ കേകുവാൻ കനിയണമേ. സ്നേഹം പ്രത്യാശയും ആടിയങ്ങൾ
കനിയണമേ പരിശുദ്ധാത്മാവേ വന്നങ്ങളെ ഫലമുള്ള താരുക്കളായി വളർത്തണമേ പരിശുദ്ധാത്മാ താരുക്കളായി വളർത്തണമേ. അച്ഛന് ഒത്തിരി കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് തന്നെ അറിയാമേത പലതും അച്ഛൻ എന്നെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെ ഓരോരുത്തരെയും, ഹൗ ഗാഡ് യൂസ് ഹിസ് ഹാൻഡ്സ് ടു ഷേപ്പ് അസ്, നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്ത് ആക്കിയിരിക്കുന്നത് there's a purpose for it. ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്ന മോഡ പർപ്പസ് അല്ല ഹിസ് പർപ്പസ്. every one of us are so unique and we are made in the image and likeness of God. We are made in the image and likeness of God. But unfortunately, we live and get stuck in the image of God. നമ്മൾ ദൈവത്തിൻ്റെ രൂപത്തിൽ സ്റ്റക്കായി പോയി ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ജീവിക്കുന്നില്ല എന്നതാണ് സത്യം. We are made in the image, it stops there, and likeness of God. In order to be like somebody, you have to behave like the individual. You have to act like the individual. Isn't that true? You can look like me, but at the same time, to be like me, you got to act like me. That is exactly the concept. രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു എന്നാൽ സാദൃശ്യത്തിൽ ആകണമെങ്കിൽ that is the toughest thing. അത് ഏറ്റവും വലിയ ഒരു ദൗത്യമാണ്. ഏറ്റവും ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. കാരണം ദൈവത്തെ പോലെ ആകണമെങ്കിൽ നമ്മൾ ഇന്ന് ഓടി നടക്കുന്ന ഈ ഓട്ടം ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളിലൊന്ന് റീപ്രയോറിറ്റൈസ് ചെയ്ത് എന്താണ് എൻ്റെ ജീവിതത്തിലെ ഉദ്ദേശം. ഞാൻ പലപ്പോഴും പറയുന്നത് 8 മാസമുള്ള കുഞ്ഞ് ഗർഭപാത്രത്തിൽ മരിച്ച് കോട് കുരുങ്ങി മരിച്ച കുഞ്ഞിനെ തൊട്ട് 4-ാം വയസ്സിൽ ക്യാൻസർ ലുക്കീമിയ വന്ന് ബോഡി എക്സ്പ്ലോഡ് ചെയ്തു, കീമോ കൊണ്ട് എക്സ്പ്ലോഡ് ചെയ്ത കുഞ്ഞിന് തൊട്ട് 101 വയസ്സ് വരെയുള്ള ആൾക്കാരെ ഞാൻ ബറി ചെയ്തിട്ടുണ്ട്. സോ ഇഫ് എനി വൺ ഓഫ് യു, നിങ്ങളിൽ ആരെങ്കിലും തിങ്ക് ചെയ്യുന്നുണ്ട് ഈ 3 വർഷത്തെ കോവിഡ് കഴിഞ്ഞിട്ട് 3 വർഷത്തെ കോവിഡിൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ലോകത്തിലെ ലൈഫ് ഇറ്റേണൽ ആണെന്ന്, ഇത് എന്നും ലാസ്റ്റ് ചെയ്യുന്ന ലൈഫാണെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്? കഴിഞ്ഞ ആഴ്ചയിൽ ഏവെങ്കിലും വായിച്ച പോലെ ബുദ്ധിഹീന മൂഢ എന്ന അച്ഛൻ അലക്സാണ്ടർ അച്ഛൻ വാഷിംഗ്ടൺ ഞാനങ്ങ് പോവും, എന്നെ അടിക്കാനെന്ന് ഞാൻ അങ്ങ് പോകും നാളത്തെ പ്ലെയിന്. ഉടനെ ഞാൻ പറഞ്ഞത് ബുദ്ധിഹീന ഞാൻ നിങ്ങളെ വിളിക്കും. ദൈവോടെ വിളിച്ചു കഴിഞ്ഞു നമ്മളെ ഓരോരുത്തരെ, എന്നെ ഉൾപ്പെടെ. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് വി ആർ സ്റ്റിൽ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി മാസ്റ്റർ. ദൈവത്തിൻ്റെ കാര്യത്തിൽ ദൈവം നമ്മളെ രൂപത്തിലും സാഹസത്തിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ തെറ്റുതിരിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിയുമ്പോൾ ആ ക്ലേ നമ്മളെ ഉണ്ടാക്കിയ ആ രൂപം എടുത്ത് കളയുന്നില്ല, എന്നിട്ട് പുതിയ രൂപത്തെ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ആ രൂപം തന്നെ ദൈവം തമ്പുരാൻ പിന്നെയും ഉടച്ച് ഒന്ന് തിരിച്ച് രൂപത്തിലാക്കി നമ്മളെ പിന്നെ ഈ ലോകത്ത് വെക്കുന്നതിന് കാരണം എന്താ അറിയാവോ? അദ്ദേഹത്തിന് എന്തോ ഉദ്ദേശമുണ്ട് ഈ ലോകത്ത് നമ്മളെ കൊണ്ട്. അതുകൊണ്ട് വി ആർ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി മാസ്റ്റർ. വൈ ഗോഡ് വോണ്ട് ലെറ്റ് യു ഗോ? ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട്, ഇത്രയൊക്കെ പാപങ്ങൾ ഈ ലോകം ചെയ്തിട്ട്, ഇത്രയൊക്കെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചിട്ട് എന്തുകൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ കൈവിടുന്നില്ല? എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് നമ്മളെ ഉപേക്ഷിച്ച് ദൈവം തമ്പുരാൻ വാക്കവേ ചെയ്യുന്നില്ല? അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. സോ ഐ വിൽ ജസ്റ്റ് മൂവ് ഓൺ. The potter and the clay. Jeremiah 18:1-4 it says there. Jeremiah 18:1-4. Can you read me? You stand up.
But the pot he was shaping from the clay was mat in his hands. So the potter formed it into another pot, shaping it as seemed best to him. But the pot he was shaping from the clay was mud in his hands. So the potter formed it into another pot, shaping it as seemed best to him. It says right there, the pot that was in his hand was marred. Marred. എന്തോ ഒരു കുഴപ്പം, എന്തോ ഒരു നമ്മൾ പറയത്തില്ലയോ, അച്ഛാ അവരെ നോക്കിയേ, എവിടെ ഒന്നോ രണ്ടോ നട്ട്സ് ലൂസായിട്ട് അച്ഛൻ തോന്നിയില്ലയോ എന്നിട്ട് ചോദിക്കും അച്ഛാ, കണ്ടിട്ട് തോന്നുന്നില്ല അച്ഛാ, എവിടെ ഒന്നോ രണ്ടോ നട്ടും ബോൾട്ടും ലൂസായിട്ടുണ്ട്, ഇവനെ എങ്ങനെ നമുക്കൊന്ന് പിരിച്ച് കയറ്റി തിരിച്ച് അത് അരിസേ. ഇതാണ് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. നമ്മുടെ ഒന്നോ രണ്ടോ നട്ടും ബോൾസും എവിടെ, നമ്മൾ ടൊയോട്ട കാറ് മേടിച്ചു കഴിഞ്ഞാൽ എവരി 10,000 മൈൽസ് നമ്മളത് ട്യൂണപ്പ് ചെയ്തില്ല, ഓയിൽ ചേഞ്ച് ചെയ്തില്ല എങ്കിൽ what happens? It is going to die. The engine will die sooner, today or tomorrow. That is exactly for us humans. If you are not retuned, if you are not fine-tuned, if you are going to go through an oil change once in a while, and you going to be lost in this earthly kingdom forever. That is exactly what he is doing with you and I. Jeremiah says here, God opened his hand. What happened is Jeremiah during that time was going through a tough time. ജെറമയയുടെ ആ പ്രീച്ചിങ് പ്രോഫറ്റായിട്ട് വന്നു, ദൈവം അരുളി ചെയ്തു വിട്ടു. എന്തിനാ? പോയി മെസ്സേജ് കൊടുക്കാൻ. നിങ്ങൾ ജീവിക്കുന്ന രീതി ശരിയല്ല, നിങ്ങളുടെ ജീവിത രീതി ശരിയാക്കിയേ പറ്റൂ. ഇന്ന് അലക്സാണ്ടർ പറയുന്നുണ്ട്, പ്രോഫറ്റ് ജെറമയ ബാക്ക് ദെൻ ഹി സെഡ്, നിങ്ങൾ ജീവിക്കുന്ന രീതി ശരിയല്ല, നിങ്ങളുടെ ജീവിതം തിരിച്ച് ഒന്ന് റീഷേപ്പ് ചെയ്ത് മാറ്റി ദൈവത്തെ തിരിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും. എന്നാൽ ആ സമയത്ത് they didn't accept him. ആ പറഞ്ഞ വാക്കുകളൊന്നും അവരന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. അന്നേരം Jeremiah became very anxious and Jeremiah became very depressed. Jeremiah was very upset that somehow God didn't use him for his glory. അന്നേരം Jeremiah എടുക്കൽ ദൈവം തമ്മിൽ പറഞ്ഞതാണ്, this is the word that came to Jeremiah from the Lord. Go down to the potter's house and there I will give you my message. So I went down to the potter's house and I saw him working at the wheel, but the pot he was shaping from a clay was marred in his hand. So the potter formed it into another pot, shaping it as seemed best to him. We are messed up in the hands of God. Jesus said we are gods. Jesus in St. John 10:13 said, നിങ്ങൾ ദൈവങ്ങളാണ്, with a small g. നിങ്ങൾ ദൈവങ്ങളാണ്. അതിനാണ് നിങ്ങളെ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ it says in St. Matthew 5:48, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ. Be perfect, just be perfect, not as. It says be perfect just as your Father in heaven is perfect. Isn't that amazing? So that is the expectation from God, from you and I, is to be exactly with no mistakes in life. We must be perfect just as the Father in heaven is perfect. But does it happen? No. We make mistakes in our lives. We make small mistakes in our life, right? We do. We all do. It doesn't make any difference. That is where the potter comes in and says, I'm going now to reshape you. You were supposed to be going this direction. You have turned to this direction. God is going to bring you back into this direction and say, you need to go here. That is what the potter is doing for you and I. God says, I have a plan for you. He says, I have a plan for you. ആ പ്ലാൻ നിങ്ങളെ വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ ഒന്നുമല്ല. The plan is to prosper you, not to harm you. Plans to give you hope and a great future. Great future, he says. But when we try to go away from his kingdom, അവിടെ നിന്നൊക്കെ മാറി എൻ്റെ തന്നെ പ്ലാനും പദ്ധതിയും നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആത്മഹത്യ, നിരാശ, ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകുന്നത്. Here
God told Noah and his sons, go and be fruitful. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങൾ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ആയിരിക്കണം. Are you? Noah had other plans. Noah said, thank you, Lord. I really appreciate all the good things you've done. Now do me a favor. You step aside. സൈഡിലോട്ടൊന്ന് മാറി നിന്നാട്ട് ഇത്ര അനുഗ്രഹം തന്നു. മണി എനിക്ക് പൈസയ്ക്ക് പൈസ, വീടിന് വീട്, കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞ്, ഭാര്യയ്ക്ക് ഭാര്യമാരെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഭാര്യയ്ക്ക് ഭാര്യ, ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് അൺഹാപ്പി? Why are we so unhappy? Because we have our own problem. We took the blessing from God and said, God, stay on this side. Let me drive this. You be along with me and bless me where I'm going. That is what we are asking every day. So Noah said exactly that. They came up with their own plan. Their own plan was that they're going to build their own kingdom. And then they decided they're going to build a tower that is going to reach the heaven. So they don't need God, but they can go to heaven without God, they thought. What is that called? The Tower of? The Tower of Babylon. I'm so proud of you. The Tower of Babylon. Why we don't listen to God? We don't want to be under God's authority, and we don't want to do His things and listen to Him. We don't want to do His things. It's like kids do with their parents. I don't want to listen to you. Exactly that kind of concept here. And then because of your cry out for independence, we no longer want God overseeing our destiny. We want to live a life without God. This is what happens. We are walking away from God. And when that happens, what happens? We are handshaking with the devil. Many of us do that in our lives. We handshake with the devil and say, I will take you. Here's the Tower of Babel. And Achan was blessed in 2004 to be at this location where they built the Tower of Babel in Iraq. I was there in Iraq for 15 months. I will tell you more about it later. Here, what is this picture of? Anybody, any of the boys? The girls are, seems like they are smarter than you. Is that true? No? What is this? What is the picture of? Bhagavan. Jesus teaching the people, crowd. The sermon? Anybody? The sermon of the Mount. The sermon of the Mount. Here, Christ is teaching them how to receive blessings in their lives. How to receive blessings in their lives. It says, blessed are, blessed are, blessed are, blessed are, blessed are. How many times? Anybody? How many times? He is giving out blessings. How many times? Anybody? Nobody. Sure. Kartave? How many times? 3. No. Here in the Sermon on the Mount. Mane, go ahead. I want to kiss you. I want to kiss you a hug after this, okay? I'm so proud of you. Wow, that is, never had that kind of exact answer from many. And here, God says the purpose was given to teach kingdom kids the principles of kingdom living. You are living in the kingdom of God. When you are living in the kingdom of God, there are some principles you have to follow. It's almost like when you ask your dad, says, Dad, can I go to the movie? He says what? As long as you are living under my roof, no. Doesn't he say that? Same thing here. Exactly the same thing God is telling you. If you are living in my kingdom, I don't think you can do that. Exactly that he is saying that. And here, how the kingdom works, and how the kids of the kingdom must behave. That is what the Sermon on the Mount is. Not only that, it says kingdom kids know
must know in order to lead a blessed life, in order to be truly blessed, you must do certain things. It points out the responsibilities and the benefits of living in the kingdom as a blessed child of God. It says there 8 particular blessings as, Mane, what is your name? അച്ഛൻ പൊട്ടനാടാ, കുറച്ച് പറ. എന്താ പറഞ്ഞേ? Jayu? Okay. Jewel. Thank you, Mane. Appreciate that. 8 particular blessings that God offers to his people, and he gives. Actually, it says 9 blessings there. But it's actually 8, and one get a double blessing. Do you know which one is a double blessing? Anybody? One get a double blessing. If you are persecuted in my name, you get a double blessing. All those people being beheaded in Iraq as Christians all over the world, I mean, like in Egypt and from Afghanistan, and they get a double blessing. So it is 9 blessings, but summed up into 8 blessings, and one get a double blessing. It teaches what a blessed life is, my dear friends. We all have choice in our lives. We all have choices we can make in our lives. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ചോയ്സ് മുമ്പിലുണ്ട്. എല്ലാവർക്കും ആ ചോയ്സ് എടുക്കാം. പക്ഷേ എല്ലാ ചോയ്സിനും, എന്ത് ചോയ്സ് നമ്മൾ മേക്ക് ചെയ്താലും അതിനൊരു കോൺസിക്വൻസ്, വാട്ട് എവർ ഇറ്റ് മേ ബി. എന്ത് ചോയ്സ് നമ്മൾ എടുത്താലും വെളുപ്പാൻ കാലത്ത് എണ്ണിക്കാം. വാട്ട് ഹാപ്പൻസ്? യു ബി ടയേർഡ്. എല്ലാ ചോയ്സും, ഇഫ് യു ലൈ, യുവർ പേരൻസ് വിൽ പണിഷ് യു. Every choice you make in your life definitely has a consequence. Guaranteed. There is no such thing as a choice without consequence. I will tell you a story. Or a story parayam. I have met a family. I went to seminary in 79 in Boston, in Holy Cross Seminary. I was 17 years. I arrived in the US at 16. I worked for 1 year. Then the next year I began my journey in the seminary. There was this wonderful family in Woburn, Massachusetts, the state of Massachusetts. There was this wonderful family that I became very close. They supported me financially. They had 2 boys, 2 ആമക്കൾ. അപ്പനും അമ്മയും എൻ്റെ ഫാമിലിയോട് തന്നെ വൈഫ് അജിത ആൻറ്റി, my wife, decided to stay home to take care of the kids. She did that religiously. 3 മക്കൾ അച്ഛനുണ്ട്. അവരെ സ്കൂളിൽ കൊണ്ടുപോവുക, തിരിച്ചു വരിക, അവരെ ഹോംവർക്ക് ചെയ്യിക്കുക, ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. And for me also, she dedicated her entire life taking care of us. The same happened to this family. ഹസ്ബൻഡ് ജോലിക്ക് പോവും, ഞാൻ ജോലിക്ക് പോവും. ആ വൈഫ് dedicated her entire life for the two boys. The first boy grew up, finished high school, went to college. Second boy was 16 years old when this story happened. 16 വയസ്സ്, അവന് മിടുക്കൻ, ഭയങ്കര മിടുക്കൻ. ഈ അമ്മ രാവിലെ വെളുപ്പിണീച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കി, ഫുഡ് ഉണ്ടാക്കി, ഈ പിള്ളേരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യും. റിലീജിയസ്ലി 3 മണിയാകുമ്പോൾ ഈ പിള്ളേരെ എന്ത് വന്നാലും, ഈ ലോകത്ത് പനി പിടിച്ചാലും കോഴ് പിടിച്ചാലും എന്ത് പിടിച്ചാലും, ആ അമ്മ religiously committed. She was committed taking care of the boys. And she would go to school perfectly at 3 o'clock to pick up the son. അന്ന് ഒരു ദിവസം ഈ കൊച്ചൻ ബോയ്, and he actually after school was practicing football for 1 hour. ഫുട്ബോൾ പ്ലെയറായിട്ട് പ്രൊഫഷണലായിട്ട് പോകാനുള്ള നല്ല കഴിവുള്ള കൊച്ചനായിരുന്നു, നല്ല ഹാൻസം ബോയ്. But that one day, he made the wrong choice in his life. That one day, അവൻ്റെ അമ്മ ഒരു 2 മിനിറ്റ്, ലൈഫിൽ ആദ്യമായി 2 മിനിറ്റ് ലേറ്റ് അവനെ പിക്കപ്പ് ചെയ്യുക. 2 മിനിറ്റ് ലേറ്റ് അവൻ്റെ അമ്മ ദൂരെ നിന്ന് കാണാൻ പറ്റും. ആ കൊച്ചനെ എന്നും പിക്കപ്പ് ചെയ്യുന്ന ആ ലൊക്കേഷനിലേക്ക് നടന്നു പോകുന്നത്. അവൻ നടന്നു പോകുമ്പോൾ അമ്മ ഓടിക്കുന്നുണ്ട്, മോനെ, ഐ ആം ഹിയർ, മൈ സൺ, ഐ ആം റൈറ്റ് ഹിയർ ബിഹൈൻഡ് യു, ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റാൻഡ് there. And the 2 boys who was with him, 2 ആമ്പിള്ളേർ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, നിൻ്റെ അമ്മ വന്നില്ലല്ലോ, എന്താ പറ്റി? ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഇമ്മീഡിയറ്റ്ലി ആ കൊച്ചൻ പറഞ്ഞു, എൻ്റെ അമ്മ, ഷീ നെവർ മിസ്ഡ് എ ഡേ. എന്തോ പറ്റിയത്, അമ്മ വിൽ ബി ഹിയർ, അമ്മ ഇപ്പം വരും,
അന്നേരം അതിനകത്തുണ്ടായിരുന്ന ഒരു വെള്ളക്കാരൻ ചെറുക്കൻ അവനോട് പറഞ്ഞു, മാമാസ് ബോയ്. ഹി ജസ്റ്റ് കോൾഡ് ഹിം മാമാസ് ബോയ്. ആ ഒറ്റ ഒരു കാരണത്താൽ he made a immediate decision, a sudden decision in his life and said, yeah, you can give me a ride. അവൻ ആ കാറെ, സ്പോർട്സ് കാർ, ഫൈബർ ട്രാൻസാം റെഡ് കാറെ കയറി വണ്ടി വിടുന്നത് 20, 30, 40, 50 മൈലിൽ ആ വെള്ളക്കാരൻ ചെറുക്കൻ കാർ ഓടിക്കുക. അമ്മ പറയുന്നു, മോനെ, മൈ സൺ, അത് കയറരുത്. ഐ എം റൈറ്റ് ഹിയർ, മാമ ഈസ് റൈറ്റ് ഹിയർ, please don't get into that car. He didn't listen, he didn't hear. He got in that car, the boy took off at 20, 30, 40, 50, 60, 70 miles, speeding up to the streets of Ubamdas. When they came to a curve, hill was going up. And this boy wanted to feel how it felt to go up the hill at high speed and land. He pushed the pedal down to 140 miles, that is 280 kilometers per hour. You can imagine how fast the car was flying. The car went up the hill and spun. മണ്ടയ്ക്ക് കറങ്ങി 10-12 വട്ടം മണ്ടയ്ക്ക് ഏറി കറങ്ങിയിട്ട് 250 വർഷം പഴക്കമുള്ള ഒരു ട്രീയെ പോയി ഇടിച്ച് നിൽക്കുക ആ കാർ. 2 കൂട്ടുകാർ ഇവരെ പിടിച്ചു കയറ്റി, 2 കൂട്ടുകാർ ആ ഇമ്പാക്റ്റിൽ അവർ ദേ ബീൻ ത്രോൺ ഔട്ട്. നത്തിങ് ഹാപ്പൻഡ് എക്സെപ്റ്റ് ഫോർ സം കട്ട്സ് ആൻഡ് ബ്രൂസസ് ഹിയർ ആൻഡ് ദേ. നത്തിങ് ഹാപ്പൻഡ് ടു ദം. പക്ഷേ ഈ കുഞ്ഞ്, he was sitting in the back seat with the strapped seat belt. He didn't get out from the car. The car, I went and saw the car, it looked like a football. It was so crumbled, and his body was crumbled in that accident. There was nothing left of his body in the crumbled car accident. At that spot, the mother passed out from seeing the view of what may have happened to her son. എന്തെൻ്റെ മോന് പറ്റിക്കാണുമെന്നുള്ളൊരു ഇമാജിനേഷനിൽ ആ അമ്മ അവിടെ കൊളാപ്സ് ചെയ്ത് വീഴുകയാണ്. ഇന്ന് 42 വർഷം കഴിഞ്ഞിട്ടും ആ അമ്മ എണ്ണിച്ചിട്ടില്ല. ഇന്നും ഷീസ് ബെഡ് റിഡൻ ഓൺ എ ബെഡ് ഫോർ ദി ലാസ്റ്റ് 42 years. ഐ വാസ് there. ഞാൻ ആ ഫ്യൂണറലിന് പോയി. ഇപ്പോഴും ഓർക്കുന്നു, മെത്തഡിസ്റ്റിലെ അച്ഛൻ ഫൈനൽ യൂളജി കൊടുത്തു. ദി pallbearers were ഈ ബോഡി പുഷ് ചെയ്ത് പുറത്തോട്ട് സെമിത്തേരി കൊണ്ടുപോകാൻ വേണ്ടി pallbearers പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് അവൻ്റെ അപ്പൻ ആ ചെയറിൽ കുനിഞ്ഞിരുന്ന മനുഷ്യൻ ചാടി എണ്ണിച്ച് ഓടിച്ചെന്ന് ഈ pallbearersനെ എല്ലാം പുഷ് ചെയ്ത് ആ കാസ്കറ്റിൻ്റെ മണ്ടയ്ക്ക് ചാടി കയറി. എൻ്റെ മോനെ, വാട്ട് ആം ഐ ഗോയിങ് ടു ഡു വിത്തൗട്ട് യു? ഞാൻ എന്ത് ചെയ്യും എൻ്റെ ജീവിതത്തിൽ നീ ഇല്ലാതെ? നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും വർഷം സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചു. എന്നിട്ട് അങ്ങേരെ ആ കാസ്കറ്റ് പുഷ് ചെയ്ത് ആ പള്ളിയുടെ 3 വട്ടം കൊണ്ടുപോയി പാടിക്കൊണ്ട്, ലോളബായി പാടിക്കൊണ്ട്, അവനെ കുഞ്ഞിലെ ഓർക്കുന്ന പാട്ട് പാടിക്കൊണ്ട് അപ്പൻ. അമ്മ ഹോസ്പിറ്റലിൽ അൺകോൺഷ്യസായി കിടക്കുന്നു. യു ക്യാൻ imagine the consequences of the poor decisions we make in our life. നമ്മുടെ ജീവിതം എടുക്കുന്ന ഏത് തീരുമാനങ്ങൾക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ, എല്ലാ തീരുമാനങ്ങൾക്കും there is a consequence. നിങ്ങൾ പഠിക്കാൻ മിടുക്കരായി പഠിക്കുകയാണെങ്കിൽ ഗ്രേഡ് കിട്ടും, പഠിക്കത്തില്ലെങ്കിൽ ഗ്രേഡ് കിട്ടുകയില്ല. There is a consequence for every choice you make in our life. And therefore, once we make that choice, you want to come back to God and say, God, എന്നെ ഒന്ന് റീഷേപ്പ് ചെയ്യാമോ? ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി, നിന്നിൽ നിന്ന് മാറിപ്പോയി. നീ എനിക്ക് ഒരു ചാൻസ് കൂടെ തന്ന് എന്നെ ഒന്ന് റീഷേപ്പ് ചെയ്യാവോ? That is what it means by the hands of God. I'm going to talk about 3 things very fast. The hands of God can repair the irreparable. And here, you know the story of SGOC 37:1-3.
It says, the hands of the Lord was on me, and he brought me out by the Spirit of the Lord and set me in the middle of the valley. They were full of bones. ആ കൊണ്ടുവന്നിടത്ത് സെങ്കിൽ പ്രവചനം പറയുന്ന കൊണ്ടുവന്നെല്ലാം എല്ലുകൾ ഇങ്ങനെ കിടക്കുക. എല്ലുകൾ അവിടെ കാല് കിടക്കുന്നു, ഇവിടെ കൈ കിടക്കുന്നു, അവിടെ തല കിടക്കുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഈ എല്ലുകൾ ഏത് ബോഡിയുടെ എല്ലാം ആർക്കും അറിയത്തില്ല. ഈ കിടക്കുന്ന എല്ലുകൾ ഏത് ബോഡിക്ക് ബിലോങ് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. യു ക്യാൻ ഇമാജിൻ ദ ഒരു ശവക്കോട്ടയിൽ പോയി ആലോചിച്ച് നോക്കി, എല്ലാ കലറുകളും തകർന്നു പോയി. എവിടൊക്കെ ഈ ബോൺസ് നിൽക്കുന്നു കിടക്കുന്നു ആർക്കും അറിയത്തില്ല. ക്യാൻ യു ഇമാജിൻ ദാറ്റ് സീൻ? ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ്. I saw many bones on the valley, bones that were very dry. He asked me, Son of man, can these bones live? Can these bones live? I said, Sovereign Lord, you alone know. They became the greatest army. അവിടെ കിടന്ന കൈ, ഇവിടെ കിടന്ന കാല്, അവിടെ കിടന്ന തലയും ചാടി എണ്ണിച്ച് അവർ സോൾജിയേഴ്സിന്റെ രൂപത്തിൽ എണ്ണിച്ച് നിന്ന് they fought the war and they won the war. That is the power of God. I know. നമുക്കറിയാവും ദൈവത്തിൻ്റെ പവർ, ആ കഴിവ്, ശക്തി ഈ ഒറ്റ വായുവിനറിയാം. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നീ മാർഡാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റുകൾ ചെയ്ത് നിന്റെ ജീവിതത്തിൽ ഒരു അശുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, only one person can repair that, not your mom or dad or me. It is a God you want to turn towards, and he will turn you into a new beginning in our lives. The hands of God can lift you up. Psalm 41 through David's story പറയുക. David was in a horrible pit. I waited patiently for the Lord. He turned to me and heard my cry. He lifted me out of this slimy pit, and he helped me to stand. Many will see that and fear the Lord and put their trust in him. David was in a terrible pit. അവിടെ നിന്ന് അവനെ പൊക്കി എഴുന്നേൽപ്പിച്ചത് നമുക്കറിയാവുന്ന ഒരു മനുഷ്യൻ മണ്ടയ്ക്കൊണ്ട് നമ്മൾ കാണപ്പെടുന്ന ദൈവമാണ് അതിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തിയത്. I will tell you a story of a lady I met. I met this lady in 1979. Her name is Sarah. Sarah was 28 years old. 28 വയസ്സായിരുന്നു സാറായ്ക്ക് അന്നത്തെ പ്രായം. Sarah came to see me. എൻ്റെ സ്പിരിച്വൽ ഫാദർ ഗ്രീസിൽ നിന്ന് എന്നെ കാണാൻ സെമിനാരി വരും. ആ സമയത്ത് 50 ദിവസം താമസിച്ച് അവിടെ കുമ്പസാരം കേൾക്കും. അവിടെയുള്ള സെമിനാരി പഠിക്കുന്ന എല്ലാ പിള്ളേരുടെയും. ഓണേ ഇത് കേട്ട് അറിഞ്ഞു വരുന്ന ഒത്തിരി പേര് കാണും പുറത്തു നിന്ന്. സിസ്റ്റർ എമിലിയാനി, അവിടെ പേര് സേറ എന്നായിരുന്നു അന്ന്. സേറ came and she was a brainy. I called her brainy. She was working on her second PhD. രണ്ടാമത്തെ PhD ഹാർവേഡിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പെണ്ണ സേറ. ഇതൊന്നും മെയ്ഡപ്പ് സ്റ്റോറി അല്ല അച്ഛൻ പറയുന്നത്. റിയൽ തിങ്സ് ദാറ്റ് യു ക്യാൻ ഗൂഗിൾ ആൻഡ് യു ഫൈൻഡ് സേറ. Sarah came with a cushion in her hand. കയ്യിൽ കുഷ്യൻ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, Sarah, what is with this cushion? Why do you have this cushion in your right hand? And she said, Alex, I was Alex back then, 19 years old. Do you have time? I said, of course I have time. She sat there and told me her story. Sarah പറഞ്ഞു, Sarah 16 വയസ്സിൽ she walked away from God. കംപ്ലീറ്റ്ലി ദൈവത്തിൽ നിന്ന് 16 വയസ്സിൽ അകന്നു പോയ സേറ കോളേജ് ഫിനിഷ് ചെയ്ത് വീട്ടിൽ നിന്ന്, എന്നിട്ട് 22 വയസ്സിൽ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് ദൈവത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. 22 വയസ്സിൽ ദൈവത്തെ ഉപേക്ഷിച്ചു, അപ്പനെ അമ്മയെ ഉപേക്ഷിച്ച് ബോസ്റ്റൺ എന്ന സ്ഥലത്ത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സും PhD ചെയ്യാൻ വന്നതാണ് സേറ. Sarah finished her first PhD from Boston University, and then she was working on her second PhD when I met Sarah. I said, Sarah, what happened? Sarah പറഞ്ഞു, every morning Sarah രാവിലെ 7 മണിയാകുമ്പോൾ എല്ലാ ദിവസവും സാറയുടെ അമ്മ വിളിക്കും, മോളെ പ്ലീസ് കം ബാക്ക് ഹോം, വി വാണ്ട് ടു സീ യു, മൈ ഡോട്ടർ വി വാണ്ട് ടു സീ യു. ആൻഡ് സാറ അടുത്തെങ്ങനെ ഉണ്ടെങ്കിൽ ആ മെസ്സേജ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ അത് ഡിലീറ്റ് ചെയ്യും. One day
Sarah was at the door. ഡോറ് തുറന്ന് ഇറങ്ങാൻ സമയത്ത് ഈ അമ്മയുടെ കരച്ചിൽ കേട്ടു. Your dad is in the hospital. Please come home and say goodbye before he dies. Sarah, something touched her. Sarah decided to go in that July of 1981, I believe. Sarah decided to go home. അവിടെ അമ്മയും അപ്പനെയും കാണാൻ വേണ്ടി Sarah said, I'm going to make one sacrifice. Sarah തിരിച്ച് കാൻസസ് സിറ്റി മിസൂറി തിരിച്ചു പോയി. അപ്പനെയും അമ്മയും കണ്ടു. മോളെ കണ്ടപ്പോൾ അപ്പ എണ്ണിച്ചു, ആരോഗ്യം ബെറ്ററായി ആസ് യൂഷ്വൽ. എന്നിട്ട് ഈ സാറായെ വഴിതെറ്റിച്ച 4 ഫ്രണ്ട്സ് ഈ അപ്പനെയും അമ്മയോ കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു ഇവള്. എന്നിട്ട് വന്നു, സാറാ, ഡോണ്ട് യു വാണ്ട് ടു ഗോ ആൻഡ് സീ ദി പ്ലേസസ് വി യൂസ് ടു ഹാങ് ഔട്ട്. പണ്ട് പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകണ്ടായ നമുക്ക്, മോളിൽ പോകാം, പലതും ചെയ്യാം, ഒരു മൂവിക്ക് വാ എന്നും പറഞ്ഞ് സാറായ വീട്ടിൽ നിന്ന് ഇറക്കി ഒരു കാറിൽ കയറി ഈ 5 പേര് ഡൗൺ ടൗൺ കാൻസസ് സിറ്റി മിസൂറിയിലോട്ട് പോയി. അവിടെ കാറ് പാർക്ക് ചെയ്തു. സാറാ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന് എക്കോ ചെയ്യുന്ന കാര്യമാണ്. സാറാ said, Alex, I took 1, 2, 3, 4, 5, 6 and she heard this noise from somewhere, a creaking noise, but it was so loud as something is going to come towards her. And she looked to the sides. അവിടെ ഒന്നുമില്ല. മണ്ടക്കോട്ട് നോക്കിയപ്പോഴാണ് ഒരു ബ്രിഡ്ജ്, ബ്രിഡ്ജ് ഈസ് കമ്മിങ് ഡൗൺ. ടൺസ് ആൻഡ് മില്യൺസ് ഓഫ് ടൺസ് ഓഫ് കോൺക്രീറ്റ് ഈസ് കമ്മിങ് ഡൗൺ. സാറായും ആ 4 കൂട്ടുകാരും അതിൻ്റെ അടിക്ക എങ്ങോട്ടുള്ള ഇതിലെ ഡിയറിൻ്റെ കാര്യം പറഞ്ഞു കൂട്ടാ, ദേ കുഡ് മൂവ്. ഇത് കണ്ടു കഴിയുമ്പോൾ പറഞ്ഞ് സ്റ്റക്കായി അവിടെ. ഈ കോൺക്രീറ്റ് പീസ് 114 പേരെ അന്ന് കൊന്നു. 114 പേരെ ആ ഒരു സെക്കൻഡിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇമ്മീഡിയറ്റ്ലി കൊന്ന കോൺക്രീറ്റ് സ്ലാബ് അതായിട്ട് വന്നു, ഈ ബ്രിഡ്ജ് ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു, സാറാ, യു ആർ സിറ്റിംഗ്, നീ ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുക, വാട്ട് ഹാപ്പൻ? സാറാ പറഞ്ഞു, 4 കൂട്ടുകാർ ഇൻസ്റ്റൻ്റ്ലി മരിച്ചു. ഇൻസ്റ്റൻ്റ്ലി അവിടെ തന്നെ മരിച്ചു. സാറാ ആണെങ്കിൽ പറഞ്ഞത്, ഈ കോൺക്രീറ്റ് മണ്ടയ്ക്ക് വീണ് കഴിഞ്ഞിട്ട് ആരോ വന്ന് സാറായെ എടുത്ത് ജെൻ്റലി എടുത്ത് സൈഡ് വാക്കി കിടത്തി. ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആംബുലൻസ് വന്നപ്പോൾ ആദ്യം കാണുന്ന സാറായുടെ ബോഡിയാണ്. അവർ റഷ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇറ്റ് ടുക്ക് ദം, അവർക്ക് 29 മണി, ഒന്ന് ആലോചിച്ച് നോക്കി, 29 മണിക്കൂർ പല ബോഡി പാർട്സ് വർക്ക് ചെയ്യുന്ന സർജൻസാണ് സാറായെ തിരിച്ച് ഒരു ഹ്യൂമൻ ബോഡിയാക്കി രൂപീകരിച്ചത്. ഒരു ഹ്യൂമൻ ബോഡിയായി സാറായെ തിരിച്ച് ചുമ്മാ ഇട്ടേക്കുക, ഒരു ബോഡി തിരിച്ചിട്ടത് 29 മണിക്കൂർ നേരം സർജറിയാണ്. മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ്. ഞാൻ പറഞ്ഞു, സാറാ, വാട്ട് ഹാപ്പൻ? ദാറ്റ് നൈറ്റ് ദി ഡോക്ടേഴ്സ് told her family, she can hear, she's on ventilator, told her family, Sarah absolutely positively will not survive, or ഒരു വിധത്തിലും സർവൈവ് ചെയ്തെന്ന് പറഞ്ഞു. So Sarah, what happened? Tell me. And she said, ആ രാത്രിയിൽ ആ സെയിം മനുഷ്യൻ വന്ന് ഇവിടുന്ന് എടുത്ത സൈഡ് വാക്കി കിടത്തി സെയിം മനുഷ്യൻ മുറി വന്നിട്ട് ബോഡി ടോപ്പ് ടു ബോട്ടം 3 വട്ടം റബ്ബ് ചെയ്തു. ആ സാറ ആ ഹോസ്പിറ്റലിൽ നിന്ന് 30 ദിവസം എണ്ണിച്ച് നടന്ന് വീട്ടിൽ പോയി. 30 ദിവസത്തിനകം ആ സാറ, ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞ സാറ ആ ഹോസ്പിറ്റലിൽ നിന്നിച്ച് വീട്ടിൽ പോയി. സാറ ആ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് ദൈവത്തിൽ വന്നു. She became a convert. She became an Orthodox Christian. Our Sarah today is known as Sister Emiliani, and she became a nun. And Sarahയ്ക്ക് $50 million ആണ് കോമ്പൻസേഷൻ കിട്ടിയത്. ഞാൻ പറഞ്ഞു, സാറാ, I was 19. Did you buy a car? And no, she said no. She gave all the money to the poor and the needy, to the ആശ്രമങ്ങൾക്കെല്ലാം ഒത്തിരി കൊടുത്തു ഗ്രീസിൽ. എന്നിട്ട് സാറാ became a convert and finished a PhD ഫിനിഷ് ചെയ്തിട്ട് ഗ്രീസിൽ പോയി. So my dear friends,
ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് സിസ്റ്റർ എമിലിയാനി. ഇപ്പോൾ ഗ്രീസിലെ ഹോളി ക്രോസ് മോണസ്റ്റിരിയിൽ അവിടുത്തെ ആബിസ് ആയിട്ട് ചെയ്യുന്നു. ഹൈറ്റ് റീജൻസി 81 ജൂലൈ 17 കാൻസസ് സിറ്റി മിസോറിയിൽ 2 connecting walkways. ഇത് റിയലാണ്. Killed 114 people and injured 216 people that day. വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ കൊളാപ്സ് സെപ്റ്റംബർ 11 ഉണ്ടാകുന്നതിന് മുമ്പ് അമേരിക്കയിലെ ഏറ്റവും വലിയ deadliest accident was this. Look at this mess. ഈ കോൺക്രീറ്റ്, did you look at that? This concrete bridge is what fell on Sarah. ഇതാണ് സാറയുടെ മണ്ടയ്ക്ക് വീണ് അതിൽ നിന്ന് സാറായെ രക്ഷപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ സാറായുടെ ഫാമിലി ബോഡി സെർച്ച് ചെയ്യുക. വെർ ഈസ് മൈ സിസ്റ്റർ, എൻ്റെ സിസ്റ്റർ എന്തിയേ, എൻ്റെ മോൾ എന്തിയേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നെഞ്ചത്തടിച്ച് അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ തപ്പുമ്പോൾ ദൈവം തമ്പുരാൻ, ഞാൻ അറിയുന്ന എൻ്റെ ദൈവം സാറായെ ഇതിൻ്റെ അടിക്കുന്ന പിക്ക് സൈഡിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ഇവിടെ കിടന്ന് തിരയുക, എവിടെ 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 എൻ്റെ സഹോദരി എൻ്റെ മോള്. ദൈവം തമ്പുരാൻ, ഞാൻ അറിയുന്ന ദൈവം അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട്. ദാറ്റ് ഈസ് എ ഗോഡ് ഐ നോ. ആ ദൈവത്തെയാണ് എനിക്കറിയാവുന്നത്. മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദി എൻറ്റയർ യൂണിവേഴ്സ് ഐ വാണ്ട് ടു നോ അബൌട്ട്. Whatever trials and tribulations you are facing, does it make any difference? No matter how deep നിങ്ങളിപ്പം ജീവിക്കുന്ന ആ ഒരു അവസ്ഥ, നിങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എത്ര സഹിക്കാൻ വയ്യാത്തതാണെങ്കിലും, ക്യാൻസർ ആണോ, ഹാർട്ട് അറ്റാക്ക് ആണോ, വേറെ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണോ, ജോബിൻ്റെ ഇഷ്യൂ ആണോ, വാട്ട് എവർ ഇറ്റ് മേ ബി, ദാറ്റ് ഗോഡ് ഈസ് ടെല്ലിങ് യു ദിസ് ഈവനിങ്. ഈ വൈകിട്ട് പറയുന്നു, നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ ആങ്ഷ്യസ് ആകേണ്ട കാര്യമില്ല, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് ഉള്ളപ്പോൾ എന്തിന് നിങ്ങൾ വ്യാകുലപ്പെടുന്നു, പേടിക്കുന്നു, ഭയപ്പെടുന്നു, നിരാശയെടുക്കുന്നു, ആങ്സൈറ്റി പില്ലെടുക്കുന്നു, ഡിപ്രഷൻ പില്ലെടുക്കുന്നു, ആത്മഹത്യക്ക് തിരിയുന്നു? തിരിയേണ്ട കാര്യമില്ല. അച്ഛൻ, അലക്സാണ്ടർ അച്ഛൻ, ബീൻ there in exactly the same shoes. I was marred. എൻ്റെ ജീവിതത്തിൽ കളങ്കം പറ്റിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ കളങ്കം പറ്റിയിട്ടുണ്ട്. അതിനാ പറയുന്നത് ഈ മാർഡ്. എവിടെയോ എന്തോ ജീവിതത്തിൽ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പറ്റുന്ന കുഴപ്പങ്ങളായതെല്ലാം. 1996 1996. നിങ്ങളെല്ലാം ബോറായോ? നിർത്തണോ ഞാൻ? കുഴപ്പമില്ലല്ലോ. ഓക്കെ അച്ഛാ, കുഴപ്പമില്ല അച്ഛാ. ഓക്കെ. 1996 ഒരു ദിവസം രാവിലെ ഒരു വാണിങ്ങുമില്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനത്തെ അല്ലേ? എല്ലാവരും എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെല്ലാവരും. ഒരു വാണിങ്ങുമില്ല, ഒരു ആലോചനയില്ല. രാവിലെ എണ്ണിച്ച് ഒരു തീരുമാനം എടുക്കും, അതിൻ്റെ കോൺസിക്വൻസസ്. അന്ന് രാവിലെ ബെഡിൽ നിന്ന് എണ്ണിച്ചു, അജിത ആൻറ്റി അങ്ങോട്ട് എണ്ണിച്ചു, ഞാൻ ഇങ്ങോട്ട് കാല് വെച്ച് തിരിഞ്ഞു വെച്ച് എണ്ണിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ഇന്നലെ രാത്രിയിൽ എനിക്കൊരു വിഷൻ, ഒരു വരവുണ്ടായി. നമ്മുടെ കയ്യിലൊരു $145,000 ഇപ്പില്ലായിരുന്നോ? ബാങ്ക് കിടപ്പുണ്ട്. $145,000 കിടന്ന മനുഷ്യനാണ് ഞാൻ. അന്ന് രാവിലെ ഒരു സ്വപ്നം. പോളും ഫിലിപ്പോസും ഒക്കെ നാട്ടിൽ പോയി ഫ്ലാറ്റ് മേടിക്കുന്നു, നിനക്കും മേടിക്കണ്ടായ ഒന്ന് എന്നുള്ള ഒരു മോഹം. അന്ന് രാവിലെ കൈ കിടന്ന കാശിൽ ഉടനെ അജിത് ചോദിക്കുന്നുണ്ട്, അച്ചാച്ച ആർ യു ഷുവർ? ചെയ്യേണ്ട കാര്യം വല്ല ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, യു ആസ്ക് മീ? എന്നോട് ചോദിക്കുന്നു, എനിക്ക് മാസ്റ്റേഴ്സ് MBA ഇൻ ഫൈനാൻസ്, യു ആസ്ക് മീ, യു ടോക്കിംഗ് ടു മീ? അപ്പോഴത്തേന് അജിത പുറകോട്ട് മാറി, ശരിയാ അച്ഛാ, ശരിയാ, യു ഹാവ് മൈ സപ്പോർട്ട്. I took the $145,000 and not just one, two. I want to become quickly rich. പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി 1996 2 ബിസിനസ് ഓപ്പൺ ചെയ്തു. വീഴാവുന്നതിൻ്റെ അങ്ങേ അറ്റം ലെവൽ ഞാൻ വീണു. $145,000. പിന്നെ മനുഷ്യൻ്റെ ഈഗോ, നമ്മൾ മനസ്സിലാക്കി ഈഗോ ഇല്ലേ, ദൈവത്തെ തോപ്പിക്കും ഞാൻ. ദൈവം പറയുന്നു നീ ഷട്ട് ഡൗൺ ചെയ്യാൻ പറയുമ്പോഴും നമ്മുടെ ഈഗോ ഇല്ല ഇല്ല ഇല്ല,
എനിക്ക് വിൻ ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തു 2 വർഷം. ആ $145,000 പോസിറ്റിവിറ്റി എന്നുള്ളത് ഞാൻ ഇപ്പോഴ് $1.5 മില്യൺ കടത്തിൽ. എൻ്റെ വീടിലെ 7 ലോണ്, നിരാശയുടെ അങ്ങേ അറ്റം. ഈ വിശ്വാസമുള്ള ഞാൻ 998 ഈ ഷിപ്പ് അങ്ങ് സിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഷിപ്പ് അങ്ങ് സിങ്ക് ചെയ്ത് ബിയോണ്ട് ഹ്യൂമൻ ഇമാജിനേഷൻ അങ്ങ് കുഴിക്കുക, താഴോട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് ചാടുന്നതിന് പകരം അതിനകത്ത് മുറിവ് പിടിച്ചുകൊണ്ട് പിന്നെയും ഈ ഷിപ്പ് മണ്ടയ്ക്ക് വരുന്ന പ്രതീക്ഷയിൽ അതിനകത്ത് പിന്നെയും റൈഡ് ചെയ്ത് ദൈവമില്ലാതെ. 98 ഡിസംബർ 31 രാത്രിയിൽ ഞങ്ങളെപ്പോഴും ഒരിക്കലും പാർട്ടിക്ക് പോകത്തില്ല. ന്യൂ ഇയർ ഈവിന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങളും കൂടെ. ഞങ്ങൾ 2 പെൺപിള്ളേരാണെന്നുള്ളത്. എൻ്റെ ആ ഒരു 2 വർഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജോർജ് സെമിനാരി പഠിച്ച, ഇന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജോർജാണ്. 44 years ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് പാല് മേടിക്കാൻ പോലും ഡയപ്പർ മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ. ഇത്രയും പഠിത്തമുള്ള ഞാൻ അവസ്ഥ. എൻ്റെ ജോർജ് വീടിൻ്റെ സ്റ്റെപ്പേൽ കുഞ്ഞുങ്ങൾക്ക് പാലും ബേബി മിൽക്കും ഡയപ്പറും ഞങ്ങൾക്കുള്ള ഒരു നേരത്തെ ആഹാരം കൊണ്ടുവച്ചിട്ട് ബെല്ലടിച്ചിട്ട് ഓടിപ്പോവും. കാരണം അവനറിയാം എനിക്ക് പ്രൈഡ് ഉണ്ടെന്നുള്ള കാര്യത്തിന്. ഹീ ഡിസപ്പിയേഴ്സ്. ദെൻ അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയി എൻ്റെ കള്ളൻ്റെ കൂട്ട് ഡോറ് തുറന്ന് നോക്കും, ആരെയും കാണുന്നോ നോക്കും. എന്നിട്ട് ഇതെടുത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യും, ഞങ്ങൾ കഴിക്കും. ഒന്ന് ആലോചിച്ച് നോക്കേണ്ട അവസ്ഥയാണ് അതില്ലേ? ഒന്നും ആലോചിച്ച് നോക്കേണ്ട അവസ്ഥയാണ്. ആ സമയത്ത് I thought I was sitting on the top of the world. അതിൽ നിന്നാണ് ഉള്ളതിൽ നിന്ന് ഞാൻ എടുത്ത് ഈ അനാവശ്യം കാണിച്ചത്. 1998 ഡിസംബർ 31 രാത്രിയിൽ, അന്ന് രാത്രി ന്യൂ ഇയറിന് മുമ്പ് മാസ്റ്റർ ബെഡ് ഇരുന്ന് 2 കുഞ്ഞുങ്ങൾ 2 കാലയിരിപ്പുണ്ട്. പ്രാർത്ഥിച്ചു, കർത്താവെ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. അന്നേരം ഞാൻ കാണുന്ന മുഴുവൻ ശൂന്യതയാണ് മുമ്പിൽ. I see a black hole in front of me, a complete tunnel with nothing at the end. 1 second, 30 seconds നേരം I didn't know where I was. I did not know where I was. I don't know what is going to happen tomorrow. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു ലക്ഷ്യവുമില്ല, ഒരു ലഗാനുമില്ല. 30 സെക്കൻഡ് നേരം ഞാൻ ഒരു കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ച മനുഷ്യനാണ് ഞാൻ. അത് കണ്ട ആ ഡെസ്പറേഷൻ കണ്ട് ദൈവം തന്നെ എൻ്റെ അജിതയുടെ കണ്ണ് തുറപ്പിച്ചതായിരിക്കും. അച്ഛാ, don't think. You have 4 master's degrees. You preached faith. You preached God's power all these years. We made a mistake. No, she didn't blame me. She said, we made a mistake. Let us fix it. Let us cut this cancer. ഈ ക്യാൻസറിനെ മുറിച്ച് കളയുക. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്ത് ഈ ക്യാൻസറിനെ നമ്മൾ മുറിച്ച് കളഞ്ഞാൽ നാളെ ദൈവം നമ്മളെ മുമ്പോട്ട് നടത്തും. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. എൻ്റെ 2 വർഷത്തിനകം ആദ്യമായിട്ട് 10 മണിക്കൂർ ഉറങ്ങി ഞാൻ അന്ന് രാത്രിയിൽ. രാവിലെ ഓടി വന്ന് അജിത, ഞാൻ എണ്ണിക്കാൻ, മറ്റേ ഞാൻ ഇപ്പോഴും ചാടി എണ്ണിക്കും. അജിത വന്ന് മണപ്പിച്ച് നോക്കി ഞാൻ ഇപ്പോഴും ജീവനുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നാൽ ആ ഒരു ടേൺ, ദി prodigal son just willing to turn towards God, my God came and said, ഒന്നും പറയണ്ട മോനെ, I'm taking you back. You are now willing to turn. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, ദൈവമേ എനിക്ക് ഒറ്റ ചാൻസ് ജീവിതത്താ. Let me witness for you. I am witnessing in front of you today. ഫെബ്രുവരി 1999 ഫെബ്രുവരിയിൽ
എൻ്റെ അജിത പ്രഗ്നൻ്റായി. എൻ്റെ മൂന്നാമത്തെ കുഞ്ഞ് ബോയ് ഈലായി വി കോഹൻ. സെപ്റ്റംബർ 365 പേര്, ഇന്ന് ഞാൻ പ്രൗഡായിട്ട് പറയുന്നത്, എൻ്റെ കഴിവല്ല പറയുന്നത്, 365 പേര് അപ്ലൈ ചെയ്ത ജോബിൽ അവസാനത്തെ 3 candidates, I was one of the 3 candidates. 7th ഇൻ്റർവ്യൂ മാഡ്ലിൻ ഓബ്രൈറ്റ് ആണ് ഇൻ്റർവ്യൂ നടത്തുന്നത്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. 7ാമത്തെ ഇൻ്റർവ്യൂ എൻ്റെ കൈയും കാലും വിറക്കിയായി ഇങ്ങനെ. കാരണം ഐ നീഡ് ദാറ്റ് ജോബ്. ഈ ജോബ് കിട്ടിയേ പറ്റൂ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ അജിതെ നോക്കാൻ വേണ്ടി. അവർ ചോദിച്ചു ഒറ്റ ചോദ്യം, ഹൗ പവർഫുൾ ഗാഡ് ഈസ്. എനിക്കറിയാം, എനിക്ക് അന്നേരം മനസ്സിലായി ദൈവം എന്ത് പവർഫുൾ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നിട്ട് ചോദിച്ച ഒറ്റ കാര്യം, അലക്സ്, we got 3 best candidates. You are one of them. I'm going to ask you only one question. If you say it right, job is yours. Number what is it? She asked me, നിനക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമോ? ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്. വിച്ച് വൺ? ഞാൻ പറഞ്ഞു മലയാളം. ഉടനെ അവർ ചോദിച്ചതാ, ഈ that crazy language you spell forward and backward, it sounds the same. Malayalam. I said yes. She said you got the job. മലയാളിയായി ജനിച്ചതുകൊണ്ട്, മലയാളം അറിയാവുന്നതുകൊണ്ട് മാത്രം ഇന്ന് ഈ എൻ്റെ ദൈവം ഉള്ളത്, ഓഫ് കോഴ്സ് എൻ്റെ ദൈവം ഉള്ളതുകൊണ്ടാണ് ഇന്ന് 4 ജിജോച്ചനെ എവിടുന്നോ കണ്ടുപിടിച്ചാന്ന് എനിക്ക് തോന്നുന്നു, $4 trillion വർത്തുള്ള അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ 9 പോളിസികൾ ഞാൻ ഇന്ന് മാനേജ് ചെയ്യാൻ കാരണം അന്ന് ഞാൻ എടുത്ത ടേണാണ് എൻ്റെ ജീവിതത്തിൽ. അവിടുന്ന് അങ്ങോട്ട് പടിപടി അങ്ങോട്ട് കയറ്റമാണ്. എൻ്റെ കഴിവ് ഞാൻ വിചാരിക്കും എവിടുന്ന് കിട്ടി ഈ കഴിവ്? എനിക്ക് കഴിവില്ല, ഞാൻ വെറും പൊട്ടനാ. ഞാൻ ഈ സൈഡിൽ I'm deaf, completely deaf. I'm deaf on this side from the Iraq war. And that is a God I know. I want you to know that God. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശപ്പെടാതെ, ഡ്രഗ്സ് എടുക്കാതെ, കള്ള് കുടിക്കാതെ, മരുന്നുകൾ കഴിക്കാതെ ദൈവത്തിലേക്ക് തിരിഞ്ഞ്, എൻ്റെ ദൈവമേ ഞാൻ ഒരു തെറ്റ് ചെയ്തു എൻ്റെ ജീവിതത്തിൽ, എന്നെ ഒരു ചാൻസ് കൂടെ എനിക്ക് തരത്തില്ലേ നീ അല്ലാതെ എനിക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട. All you need is God and God alone. Nothing else you need in your life. Only God alone. And then He is going to take you to other places. I'm going to stop. This is a picture I took of a prodigal son's painting in St. Petersburg, Russia, at the Hermitage Museum. And here the son went away, took every penny that he had and destroyed it. And you remember the story. All he was doing is that he realized he was just going to turn. The father from far ran towards him and embraced him. ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. മോൻ അങ്ങോട്ട് ഓടിയില്ല. He didn't run towards God. He's not asking you. All he's asking is that നീ ഒന്ന് തിരിഞ്ഞാൽ മാത്രം മതി, ഞാൻ ഓടി വന്ന് നിന്നെ ആലിംഗനം ചെയ്ത് നിനക്ക് ഈ ലോകത്ത് വേണ്ടുന്നത് എല്ലാം ഞാൻ തന്നിരിക്കും എന്നുള്ളത്. അന്നേരം ആ സൺ പറയുന്നു, അപ്പാ. And he said, you don't have to say appa. Oh, you don't have to ask for forgiveness. Because the father never took his eyes away from his son. ഒരിക്കലും നിന്റെ അപ്പൻ നിന്നിൽ നിന്ന് നിന്റെ കണ്ണ് മാറ്റത്തില്ല. നീ എത്ര ദൂരെ ഓടിയാലും ആ കണ്ണ് നിന്നിൽ എന്നും ദശപ്പെട്ടിരിക്കും. ആ ദൈവം നീ ഒന്ന് തിരിഞ്ഞാൽ മാത്രം ഓടി വന്ന് നിന്നെ സ്വീകരിക്കും, നിന്നെ അനുഗ്രഹിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ എം ഗോയിങ് ടു ടെൽ യു ദിസ് ലാസ്റ്റ് സ്റ്റോറി. അച്ഛൻ ഇനി എന്നെ വിളിക്കത്തില്ലായിരിക്കും ഇല്ലയോ? ഇത്ര സമയം ഒത്തിരി ആയോ ഫിലിപ്പോസേ? 5 മിനിറ്റ് കൂടെ. അറിയോ ബോർഡായോ എല്ലാവരും? ഇല്ല. ലാസ്റ്റ്, if I don't tell you this, my today's talk won't end. This Republican palace, സദാം ഹുസൈൻ്റെ ഏറ്റവും വലിയ പാലസ്. സദാം ഹുസൈൻ 29 പാലസ് ഉണ്ടായിരുന്നു ഇറാഖിൽ. അതിൻ്റെ എല്ലാം ചാർജ് അലക്സാണ്ടർസനായിരുന്നു ആ സമയത്ത്. 29 പാലസ്. ഇതാണ് ബിഗസ്റ്റ് പാലസ് നോൺ ആസ് റിപ്പബ്ലിക്കൻ പാലസ്. ക്യാൻ യു ഇമാജിൻ? പള്ളിപ്പാട്ടു നിന്ന് വന്ന ഒരു ചെറിയൊരു പയ്യൻ, അച്ഛൻ പറഞ്ഞോട്ട് ഒരു കൊച്ചു ചെറുക്കൻ, അങ്ങനെ അച്ഛൻ പറഞ്ഞു അതിനെക്കുറിച്ച്. ഒരു കൊച്ചു ചെറുക്കൻ, ഞാൻ ജനിച്ച്
13-ാമത്തെ വയസ്സ് വരെ താമസിച്ചത് ഓലപ്പരയ്ക്കകത്ത. ഞങ്ങളുടെ മണ്ടയ്ക്ക് ഓടുമൊന്നുമല്ല, ഓലയായിരുന്നു. നല്ല വീട്, മണ്ടയ്ക്ക് ഓലയായിരുന്നു. 13-ാമത്തെ വയസ്സ് കഴിയുമ്പോഴാണ് ആദ്യമായിട്ട് ഓടുള്ള അല്ലെങ്കിൽ വാർത്ത പെരയ്ക്കകത്ത് ഞാൻ മാറി താമസിക്കുന്നത്. ഞാൻ താമസിച്ചത് ഈ പാലസ് 15 മാസം. സദാം ഹുസൈൻ വാസ് underground. What is wrong with that picture? God is a good God, isn't he? He's a good God. I had 3 missions. 3 മിഷനായിരുന്നു ഇറാഖിൽ എനിക്കുണ്ടായിരുന്നത്. ഒന്ന്, ഇറാഖ് മൊത്തമായിട്ട് അമേരിക്കൻ ഗവൺമെൻറ് ഡിപ്ലോമാറ്റിക് മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമ്പർ 1. I traveled through entire Iraq. എർബില്, മൊസൂള്, ബാസ്രയിലാണ് ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. ടൈഗ്രസും യൂഫ്രട്ടീസ് റിവേഴ്സ് ഒന്നിച്ചു വരുന്ന സ്ഥലമായി ബാസ്ര എന്ന് പറയുന്നത്. മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ഇൻ ദി എൻറ്റയർ വേൾഡ്. 2-ാമത്തെ ജോബ്, ഇറാഖി മിനിസ്ട്രി ഓഫ് ഫൈനാൻസിനെ ട്രെയിൻ ചെയ്യുക. 3-ാമത്തെ ജോബ്, ഇറാഖി പ്രോപ്പർട്ടീസ്. വാർ കഴിയുമ്പം വിൻ ചെയ്യുന്ന കൺട്രി ഓൺസ് ഓൾ ദി പ്രോപ്പർട്ടീസ്, ഓൾ ദി ലാൻഡ്. ഹൗ ടു ഗിവ് ഇറ്റ് ബാക്ക്. I established the regulation in terms of how to give all the properties back to the people of Iraq. Number 2 job was the most difficult one. അതിന് കാരണം ഈ ഗ്രീൻ സോണിൽ നിന്ന് റെഡ് സോണിൽ ട്വൈസ് എ വീക്ക് പോകണം ഈ മിനിസ്ട്രിയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. This is how we go. You can see that. We have a Humvee with a soldier in the front and we have 4 cars. 4 കാറാണ് ഞങ്ങളുടെ മിഷനിൽ എപ്പോഴും ഉള്ളത്. ഒന്ന് എ ഹംവി, എ ലീഡ്, ദെൻ എ ഡമ്മി കാർ. അതിനകത്ത് ആരും കാണത്തില്ല, കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ ദി പ്രിൻസിപ്പൽ, ദാറ്റ് ഇസ് മീ ഇൻ ദി നെക്സ്റ്റ് വൺ, ആൻഡ് ദെൻ എ ചേസ്. ദേ കോൾ ദം എ ചേസ്. അതാണ് ഞങ്ങളുടെ മോട്ടോർക്കേഡ്. എല്ലാ ദിവസവും പോകുമ്പോൾ വി ചേഞ്ച് ദി റൂട്ട്സ്. അതിന് മണ്ടയ്ക്ക് ഒരു ഹെലികോപ്റ്റർ എപ്പോഴും കാണും. അന്ന് രാവിലെ ആരും മിഷന് പുറത്ത് പോയാലും വി ഓ കം ടുഗദർ. എന്നിട്ട് ഹഗ് ചെയ്യും, എന്നിട്ട് പറയും ഐ വിൽ സീ യു ഇൻ ദി ഈവനിങ്. എല്ലാവർക്കും അറിയാം ദർ ഈസ് 50% ചാൻസ് ഉണ്ട് യു വിൽ നോട്ട് കം ബാക്ക് അലൈവ്. പക്ഷേ വി ഹഗ് ഈച്ച് അതർ ആൻഡ് സേ ഐ വിൽ സീ യു ഇൻ ദി ഈവനിങ്. ദാറ്റ് ഡേ വി വെന്റ് ഔട്ട് ഇൻ ടു ദി റെഡ് സോൺ ബാഗ്ദാദിലെ. This is the way we left that day. We went and did the training for that day. On our way back, തിരിച്ചു വരുന്ന വഴിക്ക് there was a setup. ഒരു സെറ്റപ്പ് ഉണ്ടാക്കി, ഫ്രണ്ടിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി, ഒരു ട്രക്ക് ആക്സിഡൻറ്റ്. We got stuck and I said move. പുറകോട്ട് മൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ ബാക്കിൽ വേറൊരു ട്രക്ക് അവർ പാർക്ക് ചെയ്തിരുന്നു. എല്ലാം സെക്കൻഡ്സ് അല്ലാതെ 1 മിനിറ്റോ 1 മണിക്കൂറോ ഇല്ല. നെക്സ്റ്റ് തിങ് ഐ നോ ഈസ് എൻ്റെ കാറ് താഴേന്ന് പൊങ്ങുക, 10 അടി പൊങ്ങി താഴോട്ട് വീഴുക. റോക്കറ്റ് അറ്റാക്ക്. അവിടുന്ന് ഇവിടുന്ന് അടിക്ക് വന്ന് എക്സ്പ്ലോഡ് ചെയ്തു. ഇത് മണ്ടക്കോട്ട് പൊങ്ങി താഴോട്ട് വന്ന് ലാൻഡ് ചെയ്തു. കംപ്ലീറ്റ്ലി ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള വെഹിക്കിളായത്. ഇതിന് ഈ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു സൈസ് ഒരു ഗ്ലൂ ഉള്ള ഒരു ലെയർ അതിലുണ്ട്. സോ ദി ബുള്ളറ്റ്സ് ക്യാൻ കം ഇൻ. ബട്ട് അങ്ങനെ ഇമ്പാക്റ്റ് വരുമ്പോൾ ഈ ഷാറ്റേഴ്സ് കിഴുത്ത ഉണ്ടാവാൻ കഴിയും. Then all you see is AK-47 പാറ്റയുടെ കൂട്ട്, കോക്രോച്ചിൻ്റെ കൂട്ട്. They are coming from all over to shoot. ഫ്രണ്ടിലത്തെ കാറയോട്ട് നോക്കി ഈ സോൾജിയർ കാണിച്ചവന് ഹീസ് ഓൺ ഫയർ. അവനെ തീ വെച്ച് കളഞ്ഞവർ അവിടെ നിർത്തി. എന്നിട്ടും അവൻ്റെ ആ തോക്കുകൊണ്ട് അവൻ വെടിച്ചുകൊണ്ടിരിക്കുക. Can you imagine the commitment of a soldier? ഫ്രണ്ടിലത്തെ കാർ എക്സ്പ്ലോഡ് ചെയ്തു. എൻ്റെ കാറിൽ എൻ്റെ 2 സൈഡിലിരുന്ന സോൾജിയേഴ്സ്, അതിൻ്റെ പ്രൊട്ടക്ഷന് ആർമി സോൾജിയേഴ്സ് 2 പേരെയും ഞങ്ങൾക്ക് ഫുള്ളി ആമേർഡ്. തലേ ഹെൽമെറ്റ് ഉണ്ട്, ബോഡി ആമറുണ്ട്. പക്ഷേ ഉള്ളി പ്ലേസ് ദാറ്റ് ഈസ് എക്സ്പോസ്ഡ് ഈസ് യുവർ ഫേസ്. ഈ പെഡലി കാലെല്ലാം എക്സ്പോസ്ഡാണ്. ഈ 2 പേര് സൈഡിൽ ഇരുന്നവരുടെ പെഡലിക്കാണ് വെടികൊണ്ടത്. ദ ബോഡീസ് വെയർ റെസ്റ്റിംഗ് ഓൺ മീ, ഓൺ മൈ ഷോൾഡർ. മൈ ഇൻ്റർപ്രറ്റർ ഇൻ ദി ഫ്രണ്ട് right side, he got hit right here on the forehead and he landed on the dashboard. My driver got a bullet through his leg and I saw his bones were sticking out of his leg, and that came through to the next leg. And I am sitting there
see my own funeral. Can you imagine? You are sitting there watching your own funeral. ഒരു 1 minute I had my eyes closed. I knew I was next. എൻ്റെ കണ്ണ് അടച്ച് ഞാൻ ഇമാജിൻ ചെയ്യുക എൻ്റെ അജിത ആൻറ്റി and the 3 kids are sitting at my own funeral in 2 weeks. കാരണം it takes that long to send the body back to the US. മാതാവേ, എൻ്റെ മാതാവേ, നീ എന്നെ കൈവിടല്ലേ. എൻ്റെ മാതാവേ, നീ എന്നെ കൈവിടല്ലേ. എൻ്റെ മാതാവേ, നീ എന്നെ കൈവിടല്ലേ. ഞാൻ തൊട്ട് നോക്കുമ്പോൾ ചോര, ബ്ലഡ് ഓൾ ഓവർ മൈ ഹാൻഡ്. എൻ്റെ തല, ചെവി എല്ലാം ബ്ലഡാണ്. ഉടനെ ഞാൻ നോക്കുന്നത്, ഇനി അടുത്ത് നോക്കുന്നത്, വെർ ഈസ് ദ ബുള്ളറ്റ് ഹോൾ? എവിടെ ഈ ബുള്ളറ്റ് ഹോൾ? ഐ എം ലുക്കിംഗ് ഫോർ എ ബുള്ളറ്റ് സംവേ. അങ്ങ് ഇരുന്നപ്പോഴാണ് തല ഇങ്ങനെ നോക്കിയപ്പോഴേ കയ്യെ ഇടഞ്ഞു. ഒരു ഗ്ലാസ് പീസ്, ആ വിൻഷീൽഡിൻ്റെ ഒരു ഗ്ലാസ് പീസ് വന്ന് എൻ്റെ തലയ്ക്ക് അത് വെൻ ത്രൂ മൈ സ്കാർ. യു ക്യാൻ സ്റ്റിൽ സീ ദി മാർക്ക് റൈറ്റ് ഹിയർ, എ വൈറ്റ് മാർക്ക്. ഈ വെൻ ത്രൂ ആൻഡ് ഐ വാസ് ലുക്കിംഗ് ലൈക്ക് എ യൂണിക്കോൺ സിറ്റിംഗ് there. ഇങ്ങനെ സ്റ്റിക്ക് ഔട്ട് ചെയ്യുക. ചോര അതിൻ്റെ ആയിരുന്നു. ഐ ക്ലോസ് മൈ ഐസ്. ഐ നോ ഐ വാസ് ഗോയിങ് ടു ഡൈ. അവർ വന്ന് ഡോറ് തുറന്ന് നോക്കുക, ഇതിനകത്ത് ആരെങ്കിലും ജീവിച്ചു. ഓരോ കാറിലും വന്ന് തുറന്ന് നോക്കുക, ആരെങ്കിലും ബ്രീത്ത് ചെയ്യുന്നെങ്കിൽ ഡൺ, ഷൂട്ട്. അവരത്രയും ബ്ലഡ് എൻ്റെ മുഖത്തു നിന്ന് ഇങ്ങനെ ഇവിടുന്ന് ബ്ലഡ് ഇങ്ങനെ ചീറ്റുക, മണ്ടക്കോട് ചീറ്റിക്കൊണ്ടിരിക്കുക. അതാ ഇത്രയും എവിടെയെല്ലാം ആയത്. കാരണം ഒന്നാമത്തെ കാര്യം ചൂട്, 148 ഡിഗ്രി ചൂടാണ് ഇറാഖിൽ. പിന്നെ ഈ വെപ്രാളം, ഇത് രണ്ടായപ്പോഴത്തേക്കും ബ്ലഡ് അങ്ങ് ഗസ്റ്റ് ചെയ്യുക എൻ്റെ ബോഡിക്കകത്തു നിന്ന്. ഞാൻ മരിച്ചു. ആ ഇരിപ്പ്, ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ്, ആ ഇരിപ്പ് ഞാൻ മരിച്ചു എന്ന് അവർ തിങ്ക് ചെയ്തുകൊണ്ട് ഡോർ അടച്ചു. ദേ വാക്ക്ഡ് അവേ. ആ ഡ്രൈവറിൻ്റെ ഈ കാലിൻ്റെ എല്ല് പുറത്തിരിക്കുക, അത് വെച്ചോണ്ട് ആ ഡ്രൈവർ എന്നെ രക്ഷപ്പെടുത്തി അവിടുന്ന്. വി ഹാവ് എ റെഡ് ബട്ടൺ ഇൻസൈഡ് ദി SUV. അപ്പോഴത്തെ ഹെലികോപ്റ്റർ വന്നു, എയർ ലിഫ്റ്റ് ചെയ്തു. ഇറ്റ് ടുക്ക് മീ ബാക്ക്. എന്നിട്ട് തിരിച്ച് ബേസ് ചെന്നപ്പോൾ ഈ ഗ്ലാസ് പീസ് സർജറിക്ക് പകരം അവർ പുൾ ഔട്ട് ചെയ്തു. യു ക്യാൻ ഇമാജിൻ ദി പെയിൻ. ആ പുൾ ഔട്ടിലാണ് ഐ ലോസ്റ്റ് all my hearing. I'm completely deaf. I'm certified deaf on this side. I have 40% hearing, only 40% hearing. That's why I couldn't hear you. I'm so sorry. I couldn't hear you. I'm only about 40 to 50% on this side. With all this, and also about a month later, I became paralyzed on the entire right side of my face. ഏതോ ഞരമ്പിനെ തൊട്ട് പിടിച്ചു വലിച്ചതോ മറ്റോ ആയിരിക്കണം. I became complete. Even today, ഞാൻ ആഹാരം കഴിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ this eyes closed. ഉച്ച കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി പേരെ കാണും. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ജർമ്മനിയിലുണ്ടാക്കിയ അവർ ട്രയൽ ആൻഡ് എറർ 6 മാസം ട്രൈ ചെയ്ത് ഉണ്ടാക്കിയ കണ്ണാടിയായത്. എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ 10-12 കാറ് കാണും. ഇപ്പോൾ ഐ ക്യാൻ സീ എനിബഡി. നിങ്ങളെ ആരെയും എനിക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ ഞാൻ ഇത് വെച്ച് കഴിയുമ്പോൾ വെരി ക്ലിയർ, ഐ ഡോണ്ട് സീ. ബട്ട് ഉച്ച കഴിയുമ്പോൾ ഐ സീ ബ്ലഡ് വിഷൻ. ഞാൻ തിരിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. എൻ്റെ ലിവിങ് റൂമിൽ ഇരിക്കുക. ലിവിങ് റൂമിൽ ഇരുന്ന് 3-ാമത്തെ ദിവസമാണ്. എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളന്ന് കളിച്ചുകൊണ്ട് നിൽക്കുക. കാരണം വി വാണ്ട് ഗെറ്റ് ബാക്ക്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അന്ന് 30 ദിവസത്തെ അവധി തന്നു കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട്. ഞാൻ ലിവിങ് റൂമിൽ ഇരിക്കുക. ആ സമയത്ത് ഒരു ന്യൂസിൻ്റെ ഹെലികോപ്റ്റർ മണ്ടക്കിടെ പോയി. ഐ സ്നാപ്ഡ്. I didn't know where I was. I was in the middle of the war. I became so violent. I was just trying to protect me. And my kids were sitting there. They started crying. They didn't know what was going on. Appe, they were crying. Ajay auntie came and slapped me on my face like 5 times to wake me. Chacha, ഇറാഖിലല്ല, മുറി നമ്മുടെ ലിവിങ് റൂമിൽ ഇരിക്കുക. അങ്ങനെയാണ് ഞാൻ വേക്കപ്പ് ചെയ്യുന്നത്. Since then I went through so many counseling in my life to bring but I suffer extensively PTSD, post-traumatic syndrome,
I suffer from that. ഇന്ന് രാത്രി 1 മണിക്കൂർ ഉറങ്ങാൻ കഷ്ടിച്ച് പറ്റത്തുള്ളൂ. I wake up. Doctors എപ്പോഴും പറയാം, Alex, you should think about sleeping pills and calming pills. I said, no, I will never take any pills. Then I become addicted. I don't want to do that. I said, I'm fine. Today, I'm 100% up. I have most of my face back. You can see that sometimes my eyes is droopy, and in the afternoon, my entire side become droopy. And I drew through here. And from that, actually, I don't have control. But with all these things, my dear friends, today I had multiple spine surgeries. And surgery anesthesia is very dangerous for me. And I take anesthesia, I become very violent. So when I wake up, I slowly get up and wake up back from Iraq, back to Washington. There are so many who came back from Iraq. എത്രയോ എനിക്ക് പരിചയമുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നറിയാവോ ഈ ഒരു കണ്ടീഷനിൽ. പക്ഷേ എൻ്റെ ദൈവം, എൻ്റെ മഹത്വമുള്ള ദൈവം, എൻ്റെ ജീവനുള്ള ദൈവം, എൻ്റെ മാതാവ് എന്നെ കരത്തിന് പിടിച്ച് നടത്തുന്നു. ഞാൻ ഈ ലോകത്തിൻ്റെ 60 രാജ്യങ്ങളിൽ പോയി ഞാൻ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. 257 പള്ളികളിൽ ഞാൻ കുർബാന ചൊല്ലിയിട്ടുണ്ട്. എൻ്റെ ദൈവം അത്ഭുതമുള്ള ദൈവമാണ്. എൻ്റെ ദൈവം മഹത്വമുള്ള ദൈവമാണ്. എൻ്റെ പിള്ളേരെ, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് നിരാശ വന്നാലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിനപ്പുറം ബലത്തോടു കൂടി കൈക്ക് പിടിച്ച് നടത്തും. വാട്ട് എൽസ് ഡു യു നീഡ്? ദിസ് ഈസ് ഹൗ വി വെന്റ്, ദിസ് ഈസ് ഹൗ വി കെയിം ബാക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദിസ് അച്ഛൻ walked away from that. Why? In 1998, I turned back to God. He said, I have a purpose for you. The purpose is not to hurt you, but to prosper you and give you a good life. He has a plan for each one of us. He has a plan for you. Don't you trust Him? You should trust your God, and He is going to hold you by your hand and become your biggest and most powerful partner in life. So you can have not a bad life, but a good life. This is how Achan came back. This is my car. You can see the window is gone. Look at how they burned all the rest of the cars. They destroyed it. That is the God I know, my dear friends. Are you willing to turn back to God as Achan did? I was marred. എൻ്റെ ബോഡി, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം വാസ് ടെയിൻറ്റഡ്. ഞാൻ ദൈവത്തിൽ നിന്ന് 2 വർഷം അകന്നു. അതിന് പറയാവുന്നതിനപ്പുറം ഞാൻ അനുഭവിച്ചു. എന്നാൽ ആ തിരിച്ചുവരവിൽ ദൈവം തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു. For a new beginning, are you willing to give a chance for God? Let us make that decision today. Can you imagine the Father running towards you? The Father running. My oldest daughter painted this, and she's an artist. And can you imagine how powerful of a God we know? അച്ഛൻ്റെ ഫോൺ നമ്പർ +1 ആഡ് ചെയ്യണം, അച്ഛൻ്റെ ഇമെയിൽ അഡ്രസ്സ്, അച്ഛൻ്റെ വെബ്സൈറ്റ് എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ഈയിടെ എങ്ങാണ്ട് പോയപ്പോൾ ഞാൻ ഒരു പയ്യനോട് ചോദിച്ചു, അച്ഛൻ്റെ ഇമെയിൽ അഡ്രസ്സ് അറിയാമോ മോനെ എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു WD ചോളിമാൻ. ഞാൻ പറഞ്ഞു സേ വാട്ട്? എന്താ നീ പറഞ്ഞു? WD ചോളിമാൻ അല്ലിത്. WDC means Washington DC. Holy man, I am the only holy man in Washington. Trump or Biden is not. I'm just joking. But WDC, Washington DC, holy man @aol.com. നിങ്ങൾ ഇമെയിലോ വല്ലതും അയച്ച് അച്ഛൻ്റെ അനുഭവത്തോടെ അയച്ചു കഴിഞ്ഞാൽ അച്ഛൻ will send a reply back within 24 hours, guaranteed. എന്തോ അങ്ങനെ ക്വസ്റ്റ്യൻസ്, അച്ഛാ I am thinking about becoming a doctor, I am thinking about doing this. Listen, I've been there. I have 3 kids. I went through that process. If you need any advice, what about this, what about that, what about this, I'm facing this. If I can help you, I will help you, because God has blessed me beyond human imagination to stand in front of you, my dear friends. I want to thank my most beloved, I know you have questions most probably. I want to thank my beloved Korapiskopos Philippachan, my elder, my mentor, for giving me this opportunity this evening. I'm blessed.
I came to Dubai, and then I thought, what am I going to do? എന്തോ എടുക്കാൻ പോവാം ഞാൻ. അന്നേരമാണ് അച്ഛന് ചുമ്മാതെ ഒരു വാട്സാപ്പ് മെസ്സേജ് അച്ഛാ, ഞാനിങ്ങനെ ദുബായിക്ക് വരുന്നതുകൊണ്ട് അച്ഛൻ്റെ ആ ഹൃദയം ഭയങ്കരമാണ്. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഷാർജായി വരണം, അച്ഛൻ ഇവിടെ കുർബാന ചൊല്ലണം, കുഞ്ഞുങ്ങൾക്കൊരു ക്ലാസ് എടുക്കണം. അല്ല ഇവിടുത്തെ എന്നുള്ള വിധത്തിൽ അച്ഛൻ എനിക്ക് മറുപടി അയച്ചത് അല്ല. അച്ഛൻ ഒരു ഫോർമാലിറ്റി അച്ഛൻ കാണിച്ചു, ഒന്നുമില്ല. അലക്സാണ്ടർ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ വന്നേ പറ്റൂ, കുർബാന ചൊല്ലിയേ പറ്റൂ, ഞങ്ങൾ ഇവിടെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അത്ര എന്നോട് സ്നേഹത്തോടെ അച്ഛൻ എന്ത് കൊടുത്താൽ പറ്റും. ഞാൻ ആ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതുപോലെ നിങ്ങൾ പിള്ളേർ, കുഞ്ഞുങ്ങൾ, അതുപോലെ പേരൻസ് ഇത്രയും നേരം ബോറിംഗ് ആയിട്ടുള്ള ഇതെല്ലാം കേട്ടിരുന്നതിന് ആയിരം നന്ദി. നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയും 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. We need your prayer. I need your prayer. I'm 60 years old. Don't tell anybody. 60 വയസ്സായി. പോളെ ഞാൻ പറയണോ? വേണ്ടായിരിക്കും. എനിക്ക് ഞാൻ തിങ്കളാഴ്ച വെളുപ്പിനെ ഐ എം ഫ്ലൈയിങ് ബാക്ക് ഓൺ മൺഡേ ഏർലി മോർണിംഗ് അറ്റ് 5 o'clock. മൺഡേ എൻ്റെ ബർത്ത്ഡേ. കർത്താവേ, അതുകൊണ്ട് ലാസ്റ്റ് ഇയറിൽ ഞാൻ കേരളത്തിലായിരുന്നു. കുഞ്ഞുങ്ങൾ ഭയങ്കര അപ്സെറ്റാണ്. ഈ വർഷം ഞാൻ ദുബായിലും എയറിലും ആയിട്ട് എൻ്റെ ബർത്ത്ഡേക്ക്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരോഗ്യത്തിന് വേണ്ടി മാത്രം. എനിക്ക് എൻ്റെ ഇതൊന്ന് ഞാൻ 6 or 7 ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഓടി. നാട്ടിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് അവർ പറയുന്നത് പ്രോമിസ് ചെയ്യുന്ന വെച്ചാൽ വി വുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാൻ ഇനിയും അടുത്ത വർഷം ആദ്യം പിന്നെ ഒന്നുകൂടെ പോവാം, ഇതൊന്ന് ശരിയാക്കാൻ പറ്റിയാൽ എന്നുള്ള കാര്യത്തിന്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. മാതാവും പരിമള തിരുമേനിയും എൻ്റെ ദൈവവും ഇൻ്റർസീഡ് ചെയ്ത് എനിക്കൊരു മിറക്കിൾ തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊന്ന് കഴിയുമ്പോൾ ഐ ക്യാൻ സ്പീക്ക് ബെറ്റർ. എൻ്റെ ഈ വികൃതമൊക്കെ മാറി നിങ്ങളുടെ മുമ്പിൽ വന്ന് ചൊവ്വനെ പ്രസംഗിക്കാനുള്ള ധൈര്യവും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും, ഒരിക്കലും നിങ്ങളുടെ ആറാം മുഖം മറക്കുകയില്ല, പേര് മറന്നു പോവും, പ്രായമാകുകയില്ല, പക്ഷേ നിങ്ങളുടെ മുഖം എപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥനയെ ഓർക്കും. എല്ലാ കുഞ്ഞുങ്ങളോടും 1000 നന്ദി ഇത്ര നേരം ഇവിടെ ഇരുന്ന് കേട്ടതിന് വേണ്ടി. God bless you. And if you have any questions, I know it is pretty late. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് അച്ഛൻ will answer. എഴുന്നേറ്റ് നിന്നാൽ മതിയാവും. മൈക്ക് കൊടുക്കുക, മൈക്ക് കൊടുക്കുക പുറകിൽ. അച്ഛാ, എൻ്റെ പേര് ബ്ലെസ്സി എന്നാണ്, കോട്ടയംകാരിയാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് അച്ഛൻ സമ്മപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവണേന്ന്. റിയലി ആൻഡ് ഐ താങ്ക് ലോഡ്, താങ്ക്സ് ലോഡ് എ ടൺ. ബിക്കോസ് എൻ്റെ ജീവിതത്തിൽ ലൈക്ക് ഒത്തിരി ഒരു അച്ഛൻ കേൾക്കുന്നതാണോ? ആം ഐ ഓഡിബിൾ? ഷുഡ് ഐ കം ഫോർവേഡ്? ഐ വിൽ കം ഫോർവേഡ്. എൻ്റെ പേര് ബ്ലെസ്സി എന്നാണ് അച്ഛാ. ബ്ലെസ്സി, അതെ, കോട്ടയത്ത് നിന്നാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ലൈക്ക് വെൻ യു ആർ സമ്മിങ് അപ്പ്, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ദാറ്റ് there should be a question section, like somebody ആ ഒരു ടൈം എനിക്ക് കിട്ടണേ എന്ന്. താങ്ക് യു സോ മച്ച് അച്ഛാ, ബിക്കോസ് യുവർ സ്പീച്ച് വാസ് വെരി ഇൻസ്പയറിങ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയാനായിട്ട്, വെൻ ഐ വാസ് 24 എൻ്റെ അമ്മ മരിച്ചു. സോ ഞങ്ങൾ 3 കുട്ടികളാണ്. അപ്പ റെയിൽവേയിലായിരുന്നു. പിന്നെ എനിക്ക് അപ്പോൾ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഷീ വാസ് ഡൂയിങ് ഹെർ എൻജിനീയറിങ്. പിന്നെ ബ്രദർ ഈ പറഞ്ഞ പോലെ 2 പെൺകുട്ടികൾ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഷീ വോണ്ടഡ് എ ബോയ്. അപ്പോൾ അങ്ങനെ ഷീ പാസ്ഡ് അവേ, ഹി വാസ് ജസ്റ്റ് 13 years old. അപ്പോൾ എൻ്റെ കല്യാണം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അത് അങ്ങനെ ലൈക്ക് സൂൺ ആഫ്റ്റർ മൈ മാരേജ്, ഇറ്റ് വാസ് ഓൺ 41st day ഷീ പാസ്ഡ് അവേ. അപ്പോഴും ക്യാൻസർ തന്നെയായിരുന്നു. സോ അവിടുന്ന് പിടിച്ചു കയറാന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ദാറ്റ് ടൈം. ആരും എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. സൂൺ ആഫ്റ്റർ ലൈക്ക് 3 months ഐ ഹാഡ് ടു കം ബാക്ക്. ഇങ്ങോട്ട് വന്നു ഹസ്ബൻഡുമായിട്ട്. പിന്നെ സംഹൗ അങ്ങനെ പോയി. എന്നാലും നമ്മൾ മൈ മദർ വാസ് സോ മച്ച് ലൈക്ക് ഞങ്ങൾ പള്ളിയുമായിട്ടും അതുപോലെ എല്ലാ കാര്യത്തിലും ഒരിക്കലും നമ്മൾ ബാക്കിലായിരുന്നില്ല. വി വർ പ്രേയിങ് എ ടൺ ഫോർ മൈ അമ്മയുടെ ആരോഗ്യത്തിനാണെങ്കിലും എല്ലാത്തിനും വേണ്ടിയിട്ട്.
അങ്ങനെ കഴിഞ്ഞു, വഴി നടത്തി, ഓരോ കാര്യങ്ങളും അത്ഭുതകരമായിട്ട് നടന്നു. മോൻ 10 പാസ്സായി, അതായത് 10th കഴിഞ്ഞു. ബ്രദർ സിസ്റ്ററിൻ്റെയും കല്യാണം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയി. അപ്പയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അമ്മയുടെ ബ്രദറിൻ്റെ മോൻ ലാസ്റ്റ് ഇയർ, he was just 20 years, he was diagnosed with the rarest of rarest cancer. That too, he was born after 8 years of waiting. അത് പ്രത്യേകം ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു. So that was another thing which we were like all down. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അച്ഛൻ്റെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ at the end of the day everything was like, end of the day എന്ന് പറയാൻ പറ്റത്തില്ല, you strived a lot but there was God's grace വന്നിരുന്നു. ഞങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി 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 ദൈവത്തിന് ഒത്തിരി ഒരുപാട് we were on meals for many times. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ at the end ഒരു മരണമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും നമ്മൾ പിടിച്ചു എഴുന്നേറ്റു, ദൈവത്തിനെ സ്തുതിച്ചു. അതുമൊക്കെ ദൈവം തമ്പുരാൻ്റെ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞിട്ടും നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെപ്പോഴും ഭീതി തട്ടിയിരിക്കുകയാണ്. എന്തിനും ആ ഒരു അറ്റ് ദ എൻഡ് അതൊരു നെഗറ്റിവിറ്റിയാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഐ സ്റ്റാൻഡ് ഫോർ ദോസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ട് അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനിയത്തിയാണെങ്കിലും എല്ലാവരുടെയും നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഓക്കെ, ഓഫ് കോഴ്സ് ഗോഡ് ഈസ് ദേർ വിത്ത് അസ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നടന്നത്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ അച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളിലെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നു. ഐ വാസ് ക്രൈങ് ഓൾസോ. ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ബൈ ദ എൻഡ് എവറിത്തിങ് ഈസ് ടേണിങ് ഔട്ട് വെൽ. പക്ഷേ മരണം വരുമ്പോഴത്തേനും ഞാൻ കുമ്പസാരിച്ചപ്പോഴും ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് റൈറ്റ് ഓൺ മൈ പാർട്ട് ടു സേ ദാറ്റ്. പക്ഷെ പല സമയത്തും അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഇസ് ഡെത്ത് ഇസ് ഫോർ എവറിബഡി. ആസ് യു ആർ പാസിംഗ് ഔട്ട് വൺ ഓഫ് ദ ഒരു ദിവസം കഴിയും തോറും യു ആർ ഓൾസോ ഗോയിങ് ടു ഫേസ് ഡെത്ത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു നെഗറ്റിവിറ്റി എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കുന്നു. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛാ? What I was talking about was my life. There is so many, like Sarah's life. At the end of the day, it was a positivity, even though she went through trials. You heard from Jeremiah, God has a plan for each one of us. Absolutely, God has a plan for us. It is not to hurt you, but to prosper. He clearly says, it is not to hurt you, but to prosper you. But there's a purpose for each one of us on this earth. Some kind of purpose. The purpose is that you are made in the image and likeness of God. Somehow God uses each one of us in different ways for His glory. As I said, I have done funerals of a baby that was 8 months old. I have done funerals of a girl who was 4 years old, and her parents wrote the entire Bible in Malayalam by hand, so God will bless them after 3 boys with a baby girl. And God blessed them with a baby girl. And then God took her away at the age of 4 through cancer. And that day I still remember that boy, the father, packed up every Bible, every icon, every prayer book in a trash bag, put in the garage. He said, I don't believe in any of those things because God took my baby girl away from me. And the next day, he realized that how powerful of a God he knows by one of his last wish was that, I lost my baby girl. But my brother passed away 28 years ago. He was only 18 years at that time, the baby, the brother. But he passed away 28 years ago at the age of 18. And can you please talk to the cemetery and find me a plot next to my brother? And I said, it's impossible. The entire cemetery was completely packed. There was no plot in the entire cemetery. Acha, please try. I went and sat down with the administrator of the cemetery and said, please, this baby died. Here's their last wish is to find her, because they didn't want to leave her alone in the cemetery. A father's wish. And I went there and he said, Father Alex, it's impossible. There's nothing there. Nothing there. Nothing there. And I said, please look. You won't believe it.
The next morning, we had a meeting with them at 10 o'clock. And she called me at 9 o'clock and said, Father, you don't believe. I know you are so faithful to God. Guess what? There was one plot left right next to Solomon, that God planned 28 years ago when this boy died. And this father was only like 8 or 9 years old. God knew that he was going to get married. He was going to have a baby, 3 boys and a baby girl, that she was going to die at the age of 4 years old. And God bought the plot 28 years ago and put it there. For this, so she can be buried. So, ദൈവം നമ്മളെ കരുതുന്നുണ്ട്. എന്ത് പറ്റി? ആ ഒറ്റ ഇൻസിഡൻറ്റ് ദൈവം കാണിച്ചു. അവൻ വീട്ടിൽ പോയി ആ ബൈബിളും എല്ലാം തിരിച്ച് വീട്ടിൽ വെച്ചു. When we are so upset, when we are facing all these challenges, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ആ കരം കാണത്തില്ല. There is something that is in your life, God is working on the other hand to keep you alive on this earth. So you can witness, yes, my mother passed away, we had a tough time, my brother, at the age of 13 and so on. And that story itself bring a positive. I went through all these things, but I did not take any drugs, I didn't become an alcoholic, I did not go into depression medications, right? That itself. But there is somebody out there who is taking depression medication because they went through the same thing you went through. That is the witnessing. Adana positivity is always there in our lives. We need to find why? Because the life in this world is this short. And this short. And we are not going to be, any one of us are not going to live here that long. I know that. But the Christian life begins there into eternity. So till then, some will go early, some will go late. And sometimes you say, the guy who is doing all the bad things are still living. Right? I think about that. But still, I know there's a purpose for each one of us. So God can use us for His glory to change and touch somebody else's life. That is exactly, I want you to go back from here and think about that for a second and say, let me look. And you find in your own life as to how, even though you have so many painful moments in your life, but when you put those two side by side, I can tell you, this side is much bigger than this side. Guaranteed. Otherwise, you won't be here in Sharjah working and making a living, because God is a good God. Think about this, and you write me a message in WhatsApp. You will tell me, Acha, you are right. I know you will tell me. Love you. Same to you. Okay. Thank you so much. Anybody else? Okay. Anybody else? Acha, good evening. Acha, you are sitting in a very high position, which is a dream job for a lot of people. Obama came from Kenya to become the president of the United States. Same way, out of the millions, you are given a chance to work in the United States. Now, my question is, since you are holding a high position and you are also exposed to a lot of political environment, have you faced a situation where you have to take a decision which is against Christian principles or against your faith? Or if you have come across that situation, what do you do, or how have you faced that situation? Thank you, man. It is pretty simple. എൻ്റെ ജോലിയിൽ ഒത്തിരി ഇഷ്യൂസ് വരാറുണ്ട്. ഒത്തിരി issues. I come across lot of issues. But one thing in the job itself is that you get a paycheck every 2 weeks. You get a paycheck. That is the must. You have to have a paycheck to pay the bills, to take care of family. That is absolutely none. But നമ്മുടെ ആ ആത്മാവിനെ വിറ്റ് ഞാൻ ചെയ്യാറില്ല, ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. എന്നാൽ പലപ്പോഴും you come across various challenges. For example, one of the first policy that I had to work on the first, you won't believe it, as a Christian and also as an Achan, the first policy I had to work on was the LGBTQ. Very difficult.
Can you imagine? And then I started thinking about it. And when I met Pope Francis in Washington. He came to visit under the Obama administration. And I asked him the same question. Holy Father, I am facing challenges in life. And I asked him, I am now drafting a new policy to support them. And what should I do? And the answer he gave me was very simple. He said, who are we to judge? Only one sentence he said, who are we to judge? But then I started thinking about that policy. The policy I was writing about not supporting gay or lesbian marriages, it was all them being treated after the decisions they make, so they will get the right treatment for taxing in America. So they are equally treated for taxes. That was it. So in the fairness of the eyes of God, I was helping them in such a... So what I'm saying is, a lot of times we become so caught up in the surface of what we are facing in our lives. There's always a positive side to all these things. But in terms of selling my soul for any of the policies, absolutely not. I came across, but never had, when I thought through this, it was not something that I'm selling my soul to keep my job. It's not. So my policies are very general. Travel policy, mail policy, transportation policy across the world, and so on, IT policy and so on. Yes, I come across those things every single day. And that's where I spend. My boss always told me, go home, or I may even transfer that requirement or responsibility to somebody else who is willing to do it, not me. So there's some negotiation there, here and there. So I don't have to take the hard decision myself and feel guilty inside. I hope I answered your question. Anybody else? I know it's so late. This time I leave. ആരെങ്കിലും ഉണ്ടോ ഇനി? നമ്മൾ പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ അനുഭവത്തോട് നമ്മൾ 3 പേര് ഇങ്ങോട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നാൽ മതി. 3 കസേര ഞാൻ കിട്ടുന്നത് കഴിഞ്ഞാൽ ഫിലിപ്പോസേ ഇവിടെ 3 കസേര ഇട്ട് കഴിഞ്ഞാൽ അച്ഛന് നടുക്ക്, ഞങ്ങൾ കൊച്ചച്ഛന്മാർക്ക് അച്ഛൻ അത്രയൊന്നും അങ്ങനെ പ്രായമുള്ളതെന്ന് എനിക്കറിയാം. ടുമോറോ വി വിൽ ഹാവ് ഈവനിങ് സെഷൻ. ഈവനിങ് നമുക്ക് ഒരു അച്ഛൻ, ഐ ഹോപ്പ് അച്ഛൻ യു വിൽ കം ലിറ്റിൽ ഏർലിയർ ടുമോറോ. ആർ യു റെഡി ടു കം ലിറ്റിൽ ഏർലിയർ? അന്നേരം നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പേഴ്സണലായിട്ട് വന്ന് മീറ്റ് ചെയ്ത് എനി ക്വസ്റ്റ്യൻസ് ഓർ എനി ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും അപ്പുറത്ത് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും കാര്യം അറിയാനോ ഉണ്ടെങ്കിൽ നാളെ വൈകിട്ട് അച്ഛൻ നമ്മുടെ പള്ളിയിൽ ഒരു 5:30 ആകുമ്പോൾ എത്തും. അല്ലെങ്കിൽ അറൗണ്ട് 6 o'clock നിങ്ങൾ എത്തിയാൽ അച്ഛനോട് പേഴ്സണൽ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യുകയും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അച്ഛനോട് സംസാരിക്കുകയും ചെയ്യാം. നാളെ വൈകിട്ട് അച്ഛനായിരിക്കും നമ്മുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഗായക സംഘത്തോട് ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമേ, ജീവിതത്തിൽ എവിടെയൊക്കെയോ പിഴകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. കർത്താവേ, നിന്നിലേക്ക് തിരികെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെയും ബലഹീനതകളെയും അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവേ, ഒന്നിനും അർഹതയില്ലാതിരുന്നിട്ടും ഏറെ സ്നേഹിക്കുകയും വീണുപോകാതെ താങ്ങി നിർത്തുകയും ചെയ്ത സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിലിറങ്ങണമേ. കർത്താവേ, ഈ വചനങ്ങൾ ഞങ്ങൾക്ക് ബലം നൽകുകയും ഞങ്ങളുടെ ജീവിതയാത്രയിൽ പതറിപ്പോവാതെ പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാക്കി തീർക്കുകയും ചെയ്യണമേ. ഇന്നയോളം ഞങ്ങളെ കാത്ത ദൈവകൃപയ്ക്കായിട്ട്
എണ്ണി എണ്ണി സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി എന്ന ഗാനം ഗായക സംഘത്തോട് ചേർന്ന് പാടി നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദയവായിട്ട് കസാരയുടെ പുറകിലിരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. ഫോട്ടോ എടുക്കുന്നതായ സമയത്ത് കസാരയുടെ പുറകിലോ അല്ലെങ്കിൽ അച്ഛന്മാരോട് ചേർന്നോ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക എന്ന് ശ്രദ്ധിക്കുക. സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളില്ല ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ സ്തുതിക്കുവാൻ